വടക്കനപ്പൻ സഹായം. പ്രിയമുള്ളവരെ, ഈ വന്നിട്ടുള്ള ഇരിക്കുന്ന വ്യക്തികൾ, വിശിഷ്ട വ്യക്തികൾ എല്ലാവരും തന്നെ ഒന്ന് മുന്നോട്ട് കയറിയിരുന്നാൽ ഇനി വരുന്നവർക്ക് പുറകിലോട്ട് ഇരിക്കാനുള്ള സൗകര്യം കിട്ടും. വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് മുമ്പോട്ട് കയറിയിരിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഡിസംബർ 3 ഭിന്നശേഷി ദിനാചരണമാണ്. ലോകമെമ്പാടും ഭിന്നശേഷി ദിനം ആചരിക്കുമ്പോൾ അതും സർക്കാരും അതുപോലെ വിവിധ സന്നദ്ധ സംഘടനകളും ഈ ദിനം ആഘോഷിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു സാധാരണ വ്യക്തി, അതും ഒരു പെൻഷനറായ ശ്രീ ഭാസ്കരൻ നായർ സംഘടിപ്പിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിൽ നടക്കുന്നതിനായി ഇവിടെയുള്ള വിശിഷ്ടാതിഥികളെ നമുക്ക് ആദരപൂർവ്വം വേദിയിലോട്ട് ക്ഷണിക്കാം. ആദ്യമായി ഈ 6ാം വാർഷിക ആഘോഷത്തിന് അധ്യക്ഷം വഹിക്കാനായി ശ്രീ ഭാസ്കരൻ നായർ അവരെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനെ നമുക്ക് വേദിയിലോട്ട് നല്ലൊരു കൈയോടുകൂടി ക്ഷണിക്കാം. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ്, വിശിഷ്ടാതിഥി എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ കവിയും അതുപോലെ ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ്. അദ്ദേഹത്തെ വേദിയിലോട്ട് നമുക്ക് ക്ഷണിക്കാം. ഇന്നത്തെ പെൻഷൻ വിതരണ ഉദ്ഘാടനം നടത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഗസ്റ്റ് ഓഫ് ഓണറായ KSS ആലപ്പുഴയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ M പ്രസാദ് അവരെയും നമുക്ക് വേദിയിലോട്ട് ക്ഷണിക്കാം. ആ കയ്യടിയൊക്കെ ഒന്ന് ഉഷാറാക്കണേ. അതുപോലെ KSSPU പട്ടണക്കാട് ബ്ലോക്കിന്റെ സെക്രട്ടറി ശ്രീ K പ്രകാശ് അവരെ നമുക്ക് വേദിയിലോട്ട് ക്ഷണിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ സെക്രട്ടറി ഇൻചാർജ് KSSPU ശ്രീ PA മുസ്തഫ അവരെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. കുത്തിയതോട് യൂണിറ്റിന്റെ സെക്രട്ടറി ഇൻചാർജാണ്. അതുപോലെ ചേർത്തല സാഹിത്യവേദി പ്രസിഡന്റ് ശ്രീ വിനയകുമാർ അവരെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ശ്രീ വിനയകുമാർ, അദ്ദേഹത്തെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്, ഈ ചടങ്ങിന് ഈശ്വര പ്രാർത്ഥന അർപ്പിക്കാനായി, ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നതിനായി ശ്രീമതി R ഗീതാമണി KSSPU തുറവൂർ യൂണിറ്റിന്റെ പ്രസിഡന്റ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമായെൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങൾ എന്ന ശാപോ ദൂരമറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമൻ മനസ്സിലെഴുതണമേ, മനസ്സിലെഴുതണമേ, മനസ്സിലെഴുതണമേ. താങ്ക് യു ശ്രീമതി R ഗീതാമണി. അടുത്തത് പ്രശസ്ത ഫിസിയോതെറാപ്പിസ്റ്റായ ഡോക്ടർ രഞ്ജിത്ത് ചന്ദ്രശേഖരനെ അനുസ്മരണം അറിയിപ്പിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഭാസ്കരൻ നായർ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി, ഈ നാടിൻ്റെ അഭിമാനവും നമ്മുടെ സ്വകാര്യ അഹങ്കാരവുമായ ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ, ശ്രീ M പ്രസാദ്, സി മധു, D ഗൗരി, K പ്രകാശൻ, PA മുസ്തഫ തുടങ്ങിയ മഹത് വ്യക്തികളെയും അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട്
നമ്മുടെ അനുസ്മരണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഡിസംബർ 3 എന്ന പ്രത്യേക ദിനത്തിൽ ആണ് നാമെല്ലാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ശുഭവേളയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെ അനുസ്മരിക്കാതെ ഒന്നും തുടങ്ങുവാനും പൂർത്തീകരിക്കുവാനും കഴിയില്ല. സ്വാതന്ത്ര്യ സ്പർശം എന്ന പേരിൽ ശ്രീ ഭാസ്കരൻ നായർ തുടക്കമിട്ട ഈ പുണ്യപ്രവൃത്തിയോട് ചേർന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളായി എല്ലാവരും മാറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിനത്തിൽ ഒത്തുചേർന്നപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന 2 പേർ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. KSSPU കുത്തിയതോടെ യൂണിറ്റ് പ്രസിഡന്റ് ആയതോടെ ഭാസ്കരൻ നായർ ഇതര സംഘടന വഴി നൽകി വരുന്ന സ്വാതന്ത്ര്യ സ്പർശം ക്ഷേമ പെൻഷൻ കുത്തിയതോട് പഞ്ചായത്തിലും കൊടുക്കുവാൻ തീരുമാനിക്കുകയും പഞ്ചായത്തിലെ നാളികെട്ട് നികർത്തിൽ പൂർണ്ണ ഭിന്നശേഷിക്കാരനായ ശ്രീ ശശിധരൻ ചേട്ടന് വീട്ടിലെത്തി പെൻഷൻ നൽകി തുടങ്ങി. എല്ലാ മാസവും 3-ാം തീയതി ശശിചേട്ടന് എത്തുന്ന സംഘടനാ ഭാരവാഹികളോട് ഒരു വീടില്ലാത്തതിൻ്റെ ദുഃഖം ശശിചേട്ടൻ്റെ ഭാര്യ ശ്രീമതി ശ്രീദേവി ചേച്ചി പങ്കുവയ്ക്കുമായിരുന്നു. വീട് നിർമ്മാണത്തിലുള്ള ആദ്യ ഗഡു സംഘടന നൽകുകയും തുടർന്ന് 4 ലക്ഷം പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. ബാക്കി 5 ലക്ഷം രൂപയോളം കണ്ടെത്തുവാൻ കഴിയാത്ത അവസ്ഥയിൽ സുമനസിൻ്റെ ഉടമയായ ഒരു ബിസിനസ്സുകാരൻ മുന്നോട്ട് വന്ന് വീട് പണി പൂർത്തിയാക്കി. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഗൃഹപ്രവേശനത്തിന് കാത്തു നിൽക്കാതെ മകളെ ശശിയേട്ടനെ ഏൽപ്പിച്ച് ശ്രീദേവ് ചേച്ചി വിട പറഞ്ഞു. ആ ചേച്ചിയുടെ ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ പ്രശസ്തയായ ഒരു ഗിത്താരിസ്റ്റാണ് രവിക്കുഞ്ഞിയേട്ടൻ. പല സംഗീതവേദികളിലും പങ്കെടുക്കുന്ന തരത്തിലുള്ള പ്രശസ്തിയിലേക്ക് കുതിക്കുന്ന വേളയിൽ അദ്ദേഹവും കാലയവനയിൽ മറഞ്ഞു. ഭാര്യയും 2 മക്കളുമുള്ള രവിക്കുഞ്ഞിയേട്ടന് ഈ യോഗത്തിൻ്റെ ആദരാഞ്ജലികൾ. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ നമ്മുടെ ഒത്തുചേരലിന് ശേഷം ഉണ്ടായിട്ടിരിക്കുന്ന നമ്മളെ വിട്ടുപിരിഞ്ഞ സംഘടന, സാംസ്കാരിക, സാമുദായിക, രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം ഈ യോഗത്തിൻ്റെ പേരിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാവരും ഈ നമ്മളെ വിട്ടുപിരിഞ്ഞവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങൾക്ക് ശക്തി പകരുന്നതിനും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനമായി പ്രണാമം അർപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി എഞ്ചിനീയർ ശ്രീ അജയകുമാർ VA അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ വർഷം ഇതേ ദിനത്തിൽ നമുക്ക് ഇവിടെ ഒരു ഒത്തുചേരൽ സാധ്യമായിരുന്നു. ഈ 1 വർഷം കഴിഞ്ഞ് അടുത്ത ഭിന്നശേഷി ദിനാചരണത്തിൽ നമ്മൾ വീണ്ടും ഒത്തുചേരുകയാണ്. ഈ ദിനത്തിൻ്റെ പ്രധാന സന്ദേശം ഈ വർഷം വിവേചനവും അസമത്വവും ഭിന്നശേഷിക്കാരോട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന സന്ദേശം. അതായത് അവരെ നമ്മളിൽ ഒരാളായി കണ്ടുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവരെ പങ്കെടുപ്പിക്കുക, അതായത് ഉൾച്ചേരൽ നടപ്പാക്കുക. ഈ ഉൾച്ചേരൽ നടപ്പാക്കുന്നതിന് നമ്മുടെ വിദ്യാഭ്യാസത്തിലായാലും നിയമനങ്ങളിലായാലും അവർക്ക് ആവശ്യമായ സംവരണങ്ങളും അവസരങ്ങളും നൽകുക എന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രത്യേക ക്ഷേമ പദ്ധതികളും പുനരധിവാസ പദ്ധതികളും ആവിഷ്കരിക്കുകയും അവരുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് പൊതുസമൂഹത്തിൻ്റെ കടമയാണ്. അതുപോലെ തന്നെയാണ് പൊതു ഇടങ്ങൾ അവർക്ക് പ്രാപ്യമാക്കി തീർക്കുക എന്ന്. നമുക്കിപ്പോൾ കണ്ടാൽ അറിയാം, ഒരുവിധപ്പെട്ട എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും വീൽ ചെയറിന് ആക്സസ് ഉണ്ട്, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ഓരോയിടത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് പ്രത്യേക ക്യൂ ഉണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കണം. അപ്പോൾ ഈ ഒരു ദിനത്തിൽ നമുക്കെല്ലാവർക്കും അവരോടൊപ്പം ഈ പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങൾ
നേടുന്നതിനായി ഉണ്ടാവും എന്ന് ചേർന്ന് നിന്നുകൊണ്ട് പ്രതിജ്ഞയെടുക്കാം. എൻ്റെ ഇന്നത്തെ ഇവിടുത്തെ കടമ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നാണ്. ആദ്യമായി നമ്മുടെ അധ്യക്ഷനായ ശ്രീ ഭാസ്കരൻ നായർ എൻ്റെ ചിറ്റപ്പൻ കൂടിയാണ്. 2021 3 പേർക്ക് പെൻഷൻ നൽകി തുടങ്ങിയ ഈ ഒരു ചെറിയ പദ്ധതി ഇന്ന് 23 പേരിലേക്ക് പെൻഷൻ വ്യാപിപ്പിച്ചുകൊണ്ട് ഒരു ബൃഹത് പദ്ധതിയായി നിലകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അർപ്പണബോധവും മാത്രമാണ് ഇതിലേക്ക് നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് ഇവിടെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ വയലാർ ശരത്ചന്ദ്രവർമ്മ സാറാണ്. 1992 എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന സിനിമയിൽ തുടങ്ങി, പിന്നെ മിഴി 2ലും ക്ലാസ്മേറ്റ്സ് തുടങ്ങി പല സിനിമകളിൽ കൂടിയും അനേകം ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കുകയും വയലാർ പി ഭാസ്കരൻ അവാർഡ്, ഏഷ്യാനെറ്റ് അവാർഡ്, ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, അങ്ങനെ അനേകം സമ്മാനങ്ങൾ കൊണ്ട് കേരളം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ എം പ്രസാദ് സാർ, KSSPU ആലപ്പുഴ ജില്ലാ പ്രസിഡൻ്റാണ്. അദ്ദേഹമാണ് 6ാം വർഷ പെൻഷൻ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വളമംഗലം തെക്ക് NSS കരയോഗം പ്രസിഡൻ്റായ സി മധു സാറാണ്. അദ്ദേഹം എത്താമെന്ന് ഏറ്റിട്ടുണ്ട്, ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല, ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി KSSPU പട്ടണക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് D ശൗരി സാറാണ്. അദ്ദേഹവും എത്തിച്ചേർന്നിട്ടില്ല, ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി KSSPU പട്ടണക്കാട് ബ്ലോക്ക് സെക്രട്ടറിയായ പ്രകാശൻ സാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കുത്തിയോടി യൂണിറ്റ് KSSPU സെക്രട്ടറി ഇൻചാർജ് മുസ്തഫ സാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് വേണ്ടി ഈശ്വരപ്രാർത്ഥന നടത്തിയ R ഗീതാമണി ടീച്ചറെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അനുസ്മരണം നടത്തിയ ഡോക്ടർ രഞ്ജിത്ത് ചന്ദ്രശേഖരനെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ കൃതജ്ഞത പറയാമെന്നേറ്റിരിക്കുന്ന ജയശ്രീ എൻ്റെ അജ്യത്തി കൂടിയാണ്. ജയശ്രീയെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ക്ഷമിക്കണം, ഒരു പ്രധാന വ്യക്തിയെ നമ്മളിവിടെ വിട്ടുപോയി. ശ്രീ വിനയ് കുമാർ PN പണിക്കർ സാഹിത്യവേദി ആലപ്പുഴ ചേർത്തല പ്രസിഡൻ്റാണ്. അദ്ദേഹമാണ് ഈ ഇവിടെ ഇന്ന് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്മരണികയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തിത്വം. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇതോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തിരിച്ച് അധ്യക്ഷന് കൈമാറും.
സ്വാഗതം ആശംസിച്ച ശ്രീ എഞ്ചിനീയർ അജയ്കുമാർ വിയെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മറ്റുള്ളവരെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ ഭാസ്കരൻ നായർ അവരെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇത് ലോകത്താകമാനം ഭിന്നശേഷി ദിനം ആഘോഷിക്കപ്പെടുകയാണ്. ഈ പ്രത്യേകമായ ഈ ദിവസം സംഘടനകളും സർക്കാരും എല്ലാമാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. എന്നാൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിലും ഇതിനെല്ലാം ഉപരിയായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ആ സൽപ്രഭാഷണങ്ങളിലൂടെ കിട്ടിയ ആ സന്ദേശവും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അത് പ്രതിഷ്ഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണം എന്ന് എനിക്ക് തോന്നി. അതിൻ്റെ ആ തോന്നലിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ക്ഷേത്ര കവാടത്തിൽ ഭിന്നശേഷിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ ദയനീയമായ അഭ്യർത്ഥന ഭഗവാന്റെ നിയോഗമായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ സന്ദേശമായിട്ട് എനിക്ക് തോന്നി. എന്നെ പ്രാർത്ഥിച്ചാൽ പോരാ, തെരുവിൽ അരയുന്നവനെ കരയുന്നവനെ കണ്ണീരൊപ്പുമ്പോഴാണ് അവൻ്റെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷമാണ് അല്ലെങ്കിൽ സംതൃപ്തിയാണ് നിൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് തരാൻ എന്ന് തോന്നൽ ആ വിഗ്രഹത്തിൽ നിന്ന് ജ്വലിക്കുന്ന സങ്കല്പത്തിലൂടെ എനിക്ക് തോന്നി. ഇങ്ങനെ സംഘടനയുടെയും അതിനെല്ലാം ഉപരി എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അദൃശ്യമായ ആ ശക്തിയുടെയും നിർദ്ദേശം ഞാൻ എന്നെക്കൊണ്ട് കഴിയും വിധം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഭിന്നശേഷിക്കാരിലൂടെയാണ് പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ 5 വർഷം മുമ്പ് വളമംഗലം കരയൊത്ത് നിന്ന് തുടങ്ങിയ ആ പരിപാടിയാണ് ഇത് 5 വർഷം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിന് ഞാൻ മാത്രമല്ല, എൻ്റെ സംഘടനയും അതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ എന്നോടൊപ്പം സഹകരിച്ചതും കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഇതിൻ്റെ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, എനിക്ക് 82 വയസ്സായി. ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏറ്റെടുത്തിരിക്കുന്ന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടി എൻ്റെ സംഘടനയോ അതല്ലെങ്കിൽ സർക്കാരോ ഇതേവരെ അതിന് വേണ്ടത്ര പ്രോത്സാഹനവും സഹകരണവും പ്രചോദനവും നൽകിയിട്ടില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ 2022 നടത്തിയ ഇതേ സ്ഥലത്ത് നിന്ന് വച്ച് ഇതുപോലെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ യൂണിറ്റിലെ 3 അംഗങ്ങൾ സ്വമേധയാ അത് പിരിയാൻ നേരത്ത് പറഞ്ഞു, സാറേ ഞങ്ങളും തരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ആണ് ഇന്നിപ്പോൾ നമ്മൾ 23 പേരിലേക്ക് കുത്തിയതോട് പഞ്ചായത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന പെൻഷൻ യൂണിയൻ്റെ നേതൃത്വത്തിൽ അവരുടെ സഹകരണത്തോടു കൂടി 23 പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വേദിയിൽ സംഘടനയോടും നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ സാന്നിധ്യത്തിൽ ഇവിടെയുണ്ട്, അദ്ദേഹത്തോടും സർക്കാരിനോടും ആവശ്യപ്പെടുന്നത്, ഈ ഭിന്നശേഷി ദിനത്തിൽ ആവശ്യപ്പെടുന്നത്, ഇവിടെ ആരംഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തുടക്കമിട്ടിരിക്കുന്ന സ്വാന്തന സ്പർശന ക്ഷേമ പദ്ധതി എന്ന ആ ഭിന്നശേഷിക്കാരുൾപ്പെടെയുള്ള കിടപ്പ് രോഗികൾക്കുൾപ്പെടെയുള്ളവർക്ക് കൊടുക്കുവാൻ ഈ സംഘടനകളും ഇതുപോലെയുള്ള സംഘടനകളും സർക്കാരും
നേതൃത്വം കൊടുക്കണം എന്നൊരു വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് ഈ ഡിസംബർ 3-ാം തീയതി എനിക്ക് യോഗത്തിൽ വെച്ച് പറയുവാനുള്ളത്. അതുപോലെ തന്നെയാണ് 23 പേർക്ക് ഒരു യൂണിറ്റിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്ന് വളരെ എൻ്റെ അനുഭവം, എന്നെപ്പോലെയുള്ള പലരുടെയും അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. പെൻഷൻകാരായിട്ടുള്ള അനവധി ആൾക്കാർ ഇതുപോലെയുള്ളവരെ സഹായിക്കുവാൻ സന്നദ്ധതയും മനസ്സുമുള്ളവരാണ്. പക്ഷേ അവർ ജീവിക്കുന്ന സാഹചര്യം ഇതുപോലെ ഞാൻ ഇപ്പോൾ 1000 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ആ 1000 രൂപ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ കൊടുക്കാനുള്ള സാഹചര്യം, അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ഈ പണം നല്ലതായ ഒരു സൽപ്രവർത്തനത്തിന് കൊടുക്കണമെന്ന് അവർക്ക് തോന്നിയാലും അത് കൊടുക്കാനുള്ള സാഹചര്യം ഇന്ന് വളരെ വിരളമാണ്. അപ്പം ഞാൻ ആവശ്യപ്പെടുന്നത് സംഘടനയോടും ഗവൺമെൻറ്റിനോടും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളോടും ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണെന്നാൽ, നമ്മൾ ഇതിന് നേതൃത്വം കൊടുത്താൽ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് പെൻഷൻകാരും അതുപോലെയുള്ളവരും സഹായിക്കാൻ മനസ്സുള്ളവരാണ്. പക്ഷേ അവരുടെ മുമ്പിലേക്ക് ആരാണ് ചെല്ലേണ്ടത്? ഒരു സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ചെന്ന് കഴിഞ്ഞാൽ അവർ സഹായിക്കും, ഒരു തർക്കവുമില്ല. ഈ 23 എന്നുള്ളത് സർക്കാരിൻ്റേതല്ലാത്ത ഫണ്ട് കൊണ്ട് അനേകം ആൾക്കാരുടെ കയ്യിലേക്ക് ഈ സഹായം എത്തിക്കാൻ കഴിയും. അതോടൊപ്പം സംഘടനയ്ക്ക് അതിൻ്റേതായ പ്രത്യേകതയും ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ഈ 23 പേർക്ക് ഒരു കൊച്ചു യൂണിറ്റിൽ നിന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ സംഘടനയും അതുപോലെ, അത് സംഘടന ഏതും ആയിക്കോട്ടെ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷനോ അല്ലെങ്കിൽ ജാതി സംഘടനയോ മറ്റെന്തും ആയിക്കോട്ടെ, അവിടെ ജാതിയോ സംഘടനയുടെ പേരോ ഒന്നും നോക്കണ്ട. ഏത് സംഘടനയുടെയും ലക്ഷ്യം പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ്, സമൂഹത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ആ നയം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം പരിപാടിക്ക് മുൻഗണന കൊടുക്കണം. അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എത്തണം. നമ്മുടെ സഹായം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ആവശ്യമായത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഭിന്നശേഷി ദിവസം വരുമ്പോഴത്തേക്ക് സർക്കാർ ഇതര സംഘടനകളുടെ സംവിധാനത്തിലൂടെ ഈ 23 പേര് എന്നുള്ളത് അനേകായിരക്ക് സഹായം എത്തിക്കാൻ കഴിയും. അതാണ് ഈ ഭിന്നശേഷി ദിവസത്തിൽ ഇതിൻ്റെ ഒരു ചെറിയ പ്രവർത്തകൻ. എനിക്ക് വളരെ ആശങ്കയാണ്, ഞാൻ തുറന്നു പറയാം. ഞാൻ 82 വയസ്സായി. ഇത് എത്ര വർഷം കൊടുക്കാൻ പറ്റും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പെൻഷൻ കിട്ടുന്നിടത്തോളം കാലം, കാരണം എൻ്റെ മനസ്സിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ഭിന്നശേഷിക്കാരിലേക്ക് 1-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി 1000 രൂപ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ വിരിയുന്ന സന്തോഷമാണ്. എന്തിനാണ് നമ്മൾ ഈ പൈസയെല്ലാം കൂട്ടി വെച്ചിരിക്കുന്നത്? നമ്മളൊരു ദിവസം യാത്ര പോകും, ഈ പൈസ മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് ചെയ്യണം. അതിനുള്ള ഒരു നിർദ്ദേശമാണ്, ഒരപേക്ഷയാണ് ഈ ദിവസം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ഭിന്നശേഷി ദിവസം വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ സംഘടന ഏറ്റെടുത്തിരിക്കുന്ന 23 എന്നുള്ളത്, ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ നടക്കുമ്പോഴത്തേക്ക് വിജയലക്ഷ്മിയെ വിട്ടുതരണമെന്ന് പറഞ്ഞ് മന്ത്രി നേരിട്ട് വിളിച്ചു, മന്ത്രി ബിന്ദു നേരിട്ട് വിളിച്ചു. അവരെന്നെ അഭിനന്ദിക്കൂ, അങ്ങ് ഒറ്റയ്ക്കത് ചെയ്യുന്നുണ്ടല്ലോ, നല്ല കാര്യമാണെന്ന്. അപ്പോൾ സർക്കാർ അതിന് വേണ്ട സംവിധാനം ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ സർക്കാരിൻ്റെ സംവിധാനത്തിലുള്ളത് കൊണ്ട് ഈ അവസരത്തിൽ പറയട്ടെ, 4 വർഷത്തിന് മുമ്പ് 4 സെന്റ് സ്ഥലം 4.5 സെന്റ് സ്ഥലം സർക്കാരിൻ്റെ ആഹ്വാനപ്രകാരം തെരുവിൽ അലയുന്നവനെ, അന്തിയുറങ്ങുവാൻ സ്ഥലമില്ലാത്തവൻ ഒരു കൂര ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി 4.5 സെന്റ് സ്ഥലം സൗജന്യമായിട്ട് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നാളിതുവരെ യാതൊരു മറുപടിയും കിട്ടില്ല. അത് ആരുടെയും കുറ്റമല്ല, സർക്കാരിനെ വിമർശിക്കാനൊന്നും ഞാൻ ആളല്ല. സർക്കാരിൻ്റെ മിഷനറി, അത് അതിൻ്റെ സിസ്റ്റത്തിൻ്റെ കുറ്റമാണ്. അപ്പോൾ ശ്രീമതി ബിന്ദു എന്നോട് പറഞ്ഞു, ഞാൻ വേണ്ട പോലെയൊക്കെ ചെയ്യാം ചേട്ടാ എന്ന് പറഞ്ഞു. ഇത്തവണ നമ്മൾ ഇറക്കിയ അതിന് ഒരു സന്ദേശം അയച്ചു തന്നു. അപ്പോൾ ആർക്കും മനസ്സില്ലാഞ്ഞിട്ടല്ല, എന്തോ സാഹചര്യങ്ങൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ വന്നിരിക്കുന്ന ആ സംവിധാനം, അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ സിസ്റ്റം,
നേതൃത്വത്തെ എവിടെയൊക്കെ പാളിച്ചുണ്ട്. അതിനെപ്പറ്റിയൊന്നും പറയാൻ ഈ സമയത്ത് ഞാൻ ആളല്ല. പക്ഷേ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ കാര്യം കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാൻ, എന്നാൽ ഒരു കാര്യം തീർത്തു പറയാം, ഇതിന് മറ്റു പല സ്ഥലത്തുനിന്നും സഹായവും സപ്പോർട്ടും തന്നില്ലെങ്കിൽ എല്ലാ പത്രങ്ങളും, ദേശാഭിമാനിയും, മാതൃഭൂമിയും, മനോരമയും, ദീപികയും, മാധ്യമവും എല്ലാം, കേരള കൗമുദി ഉൾപ്പെടെയുള്ള എല്ലാവരും വേണ്ടത്ര പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അതിവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു പ്രോത്സാഹനം മറ്റിതര ഭാഗത്തുനിന്ന് കിട്ടിയില്ല എന്നുള്ളത് വേദനയോടുകൂടി ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഭിന്നശേഷി ദിവസം ഞാൻ ഈ പറയുന്ന 82 വയസ്സുകാരനായ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ഭിന്നശേഷിക്കാരും അതുപോലെ തന്നെ കിടപ്പ് രോഗികളിലേക്കും എത്തട്ടെ. ഈ സമ്പത്തും പൈസയും ഒക്കെ ഒരുപാടുള്ള ഭിന്നശേഷി പെൻഷൻകാർ ഇത്തരം സംഘടനയിലേക്ക് മുന്നിട്ട് വരണം. അവർ തരും, അവരെ സമീപിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ വിശിഷ്ടാതിഥി ശരത്ചന്ദ്ര സാറുണ്ട്, അദ്ദേഹത്തെ ചെന്ന് പറഞ്ഞപ്പോഴേ തന്നെ നേരിട്ട് കണ്ടില്ല. അദ്ദേഹവും ഞാനുമായിട്ട് ചമ്മനാട്, ഞാൻ ചെയർമാനും അദ്ദേഹം വിശിഷ്ടാതിഥിയായിട്ട് ഭദ്രദീപം കൊളുത്തി. അപ്പോൾ അതുപോലുള്ള പരിചയമുണ്ട്. നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഇന്നിവിടെ വന്നിരിക്കുകയാണ്. അതും എനിക്ക് ഇന്നത്തെ ദിവസം ഒരു സന്തോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രശസ്ത കവി, ഗാനരചയിതാവ് ആയ ശ്രീ വയലാർ ശരത് ചന്ദ്ര വർമ്മ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ കുത്തിയോടിൻ്റെ സഹകരണത്തോടെ ശ്രീ എ ഭാസ്കരൻ നായർ അദ്ദേഹം ചെയ്യുന്ന മഹത്തായ പ്രവൃത്തി എനിക്കും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. എനിക്ക് കിട്ടുന്ന പെൻഷൻ 1009 രൂപയാണ് ഒരു വർഷം, അല്ല ഒരു മാസം. കേന്ദ്രത്തിൽ നിന്ന് ജോലി ചെയ്തതിന് കിട്ടുന്ന 1009 രൂപ. ഇപ്പോൾ ഞാൻ നോക്കിയപ്പം 24ാമത്തെ ആളായിട്ട് ഞാൻ കൂടെ ഇതിനകത്ത് ചേർന്നാലെന്ന് ആലോചിക്കുക. 9 രൂപ കേന്ദ്ര ഗവൺമെൻറ് തരുന്നതും ബാക്കി 1000 രൂപ ഇദ്ദേഹം തരുന്നവരോട് മാറ്റിയാലെന്ന് ആലോചിക്കുകയാണ്. 24ാമത്തെ പെൻഷൻ മേടിക്കുന്ന ഞാനാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞോളൂ. അങ്ങ് തരണ്ട, ഈ സർക്കാർ തരുന്നുണ്ട്, പക്ഷേ അത് അങ്ങ് തരുന്നതിൻ്റെ കൂടിയോളാം. എന്നാലും ഈ ഒരു 6ാം വാർഷിക ഉദ്ഘാടനം ഭിന്നശേഷി ദിനത്തിൽ ഇതിൽ നല്ല മനസ്സ്, ഈ മനസ്സ് നമുക്ക് എപ്പോഴും 2 തരം ജീവിതമുണ്ട് നമുക്ക്. ഒന്ന് അഭിനയിച്ച് ജീവിക്കാനും ഒന്ന് അനുഭവിച്ച് ജീവിക്കാനും. അനുഭവിച്ച് ജീവിക്കണം പറഞ്ഞാൽ പലർക്കും വലിയ ബുദ്ധിമുട്ടാണ്. അക്കാര്യം നമ്മുടെ സാഹചര്യം അഭിനയിച്ച് ജീവിക്കാനാണ് നമ്മളെ ശീലിപ്പിക്കുന്നത്. ഇഷ്ടമില്ലാത്തടത്തും ചിരിക്കണം, സങ്കടമില്ലാത്തടത്ത് കരയണം. ഇതൊക്കെ ആവശ്യമാണ് ജീവിതത്തിൽ നിലനിൽക്കാൻ വേണ്ടി. അങ്ങനെ ഒരു വ്യത്യസ്തമായ ലോകത്ത് ജീവിക്കുമ്പോൾ ബാക്കി കുറച്ചെങ്കിലും ഹൃദയം മറ്റുള്ളതിന് വേണ്ടി തുടിപ്പിക്കാൻ ആത്മാർത്ഥമായിട്ട് കഴിയുക, ഒറ്റയ്ക്കിരുന്ന് കരയാൻ കഴിയുക എന്ന ഒരു വികാരമൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഈ കൂട്ടായ്മ, ഇതിൻ്റെ ഇപ്പോൾ വേദിയിലും സദസ്സിലുള്ള ഓരോരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാര്യം എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. ഒന്നിച്ചിരിക്കുമ്പോൾ ഓരോരുത്തരുടെ പേര് പറയുന്നതിനൊക്കെ നല്ലത് മഴത്തുള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ മഴത്തുള്ളികൾ പെയ്യുമ്പോൾ ഓരോ തുള്ളിയായിട്ടാണ് വീഴുന്നത്. പക്ഷേ ഒരു പുഴയിലോ കിണറിലോ കുളത്തിലോ കടലിലോ വീണ് കഴിയുമ്പം ഓരോ തുള്ളിക്കും പ്രാധാന്യം ഉണ്ടാവില്ല, അത് ഒരുമിച്ചായി കഴിയും എന്ന് പറഞ്ഞ പോലെ നല്ല കാര്യം ചെയ്യുമ്പോൾ വേദിയിൽ സദസ്സിൽ ഓരോരുത്തർ ഇരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആ മഴത്തുള്ളി ഒരു നല്ല കാര്യത്തിനായിട്ട് ലയിച്ച് ചേർന്ന പോലെ ഇതിനകത്ത് ഓരോരുത്തരും ലയിച്ച് ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ പേരെയും ഒരേപോലെ മനസ്സുകൊണ്ട് വന്ദിക്കുന്നു. വയലാറിൻ്റെ ഒരു പാട്ടുണ്ട്, അന്തരാത്മാവിൽ അബോധതലങ്ങളിൽ ആരോ പാടുവതാരോ, തല്ലാനല്ല തലോടാനല്ലോ തന്നു ഞാനീ കൈകൾ, തന്നു ഞാനീ കൈകൾ. വേദന, അതാണ് പാട്ട്. നമ്മളിപ്പോൾ എല്ലാവരും നമുക്ക് കൈ കൊണ്ട് രണ്ടും ചെയ്യാം, തല്ലാൻ തലോടാം. പക്ഷെ ഇപ്പോൾ കൂടുതലും നടക്കുന്നത് തല്ലാണ്. തലോടൽ വളരെ കുറവാണ്. ഏറ്റവും അടുത്തിരിക്കുന്ന വീട്ടുകാർ തമ്മിലും. ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്, പലർക്കും കൊടുക്കണമെന്നുണ്ട്, പക്ഷേ ആ സാഹചര്യം വലിയൊരു പ്രശ്നക്കാർ. എനിക്ക് എൻ്റെ കൂടെ വളരെ സമ്പന്നമായ ഒരു പയ്യൻ പിടിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അവൻ്റെ ഒരു 4 തലമുറ ധൂർത്തടിച്ചാലും ഒരു പൈസ പോലും അനാവശ്യമായി തീരില്ല, അത്രമാത്രം സ്വത്തുള്ളതാണ്. 4 വർഷം പഠിച്ചു കഴിഞ്ഞ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ വാതിക്കൽ സമരം ചെയ്യുന്നവരുടെ കൂടെ വെളുത്ത് തുടുത്ത് ചുമന്ന് ഇരുന്ന ആ പയ്യൻ കവിളൊട്ടി പല്ലെല്ലാം കറയെല്ലാം പിടിച്ച് വീഡിയോയൊക്കെ വലിച്ചങ്ങനെ ഇരിക്കുന്നു. അത് എന്ത് കിട്ടി എനിക്ക്? അപ്പോൾ പറഞ്ഞാൽ നീ വന്ന് പോകുമ്പോൾ എനിക്കെല്ലാം ഉണ്ട്, ഇന്നും ഉണ്ട്, ഒരു കുറവുമില്ല, എല്ലാം സ്വത്തും അതുപോലെയുണ്ട്. പക്ഷേ അവൻ്റെ ഒരു വാചകമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പാഠം കിട്ടുക. എല്ലാം എനിക്കുണ്ട്, പക്ഷേ ഇതെനിക്ക് മാത്രം മതിയോ? ആ ഒരു ചോദ്യം വല്ലാത്തൊരു ചോദ്യമായിരുന്നു. പക്ഷെ നമുക്കെല്ലാവർക്കും പലർക്കും ആഗ്രഹം ഉണ്ടാകും, ഇതിങ്ങനെ എനിക്ക് മാത്രം മതിയോ എന്ന തോന്നലുണ്ടാവുകയും ഈ പണം ഒരു വലിയ ശല്യക്കാരൻ. ഇതൊരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് എടുക്കാനേ നമുക്ക് തോന്നുള്ളൂ, അങ്ങോട്ട് കൊടുക്കാൻ വലിയ പ്രയാസം, പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത്. അതിൻ്റെ കാലം നമ്മളെ അങ്ങനെ ശീലിപ്പിക്കുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കൊടുക്കും, എങ്ങനെ ഒളിച്ചു വയ്ക്കും? വീട്ടിൽ തന്നെ പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ 2 കണക്ക് സൂക്ഷിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇതേപോലെ പെൻഷനുള്ള 2 പേരിൻ്റെ ബന്ധുക്കളുണ്ട്. അവർക്ക് ഒരാളുടെ ഇന്ന് നമുക്ക് അത്യാവശ്യം പൈസ വെച്ച് ചെന്ന് ഒന്നെങ്കിൽ വീട്ടമ്മയോട് ചോദിക്കും, അല്ലെങ്കിൽ വീട്ടിലെ കാരണവരോട് ചോദിക്കും. തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ വീട്ടുകാരൻ അവിടെ ഇല്ലെങ്കിൽ ഭാര്യ എടുത്ത് കൊടുക്കാൻ അവർ പറയും, എനിക്ക് എൻ്റെ തരണ്ട, പുള്ളിക്കാരൻ്റെ നിന്നല്ലേ മേടിച്ചത്, അവിടെ കൊടുത്തതെന്ന്. അപ്പം അത്രയും വരെ ഈ ഒരു കാര്യം, ഈ പണം എന്ന വിദ്വാൻ ഇത്രയും വലിയ 40-45 കൊല്ലം ഒരുമിച്ച് ജീവിച്ചവരെ വരെ 2 തട്ടിൽ, തുലാഭാരത്തിൻ്റെ 2 തട്ടിലിരുന്ന പോലെ മാറ്റും. അങ്ങനെ ഒരു പ്രശ്നം പണത്തിനുണ്ട്. അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ കാലത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്ന സാഹചര്യം. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം. വയലാറിൻ്റെ ഒരു കവിതയുണ്ട്, അതിൻ്റെ പേര് കൈത്തിരി കരിന്തിരി എന്നാണ്. കൈത്തിരി കരിന്തിരിയാകുന്ന അവസ്ഥ. അത് റോമിലൊരു പള്ളി പണിയും. ഞാനിപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഗുണം, അദ്ദേഹം വടക്കനപ്പനെയും തെക്കനപ്പനെയും ഇടതുവശത്തും വലതുവശത്തും ഇരുന്നിട്ട് ജീവിക്കുന്നയാളാണ്. ആ ഒരു അനുകമ്പ കൊണ്ടാണ് ഇതെല്ലാം കൊടുക്കാൻ കഴിയുന്നുള്ള ഒരു മനസ്സ് വലിയ കാര്യം. ഞാനൊന്നും അത്രയും വലിയ വിശ്വാസമൊന്നുമില്ല കേട്ടോ, കാര്യം കള്ളത്തിൽ എനിക്ക് ഒത്തിരി ഉണ്ട്, നല്ലവനായിട്ട് ജീവിക്കാൻ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തീർത്തും ഞാനൊരു അങ്ങനെ ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഈ കൈത്തിരി കരുതിയില്ല, നമ്മളെ റോമിലൊരു പള്ളി പണിഞ്ഞ് ഇപ്പോൾ അവിടുത്തെ ചക്രവർത്തിക്ക് തോന്നി യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം ഒന്ന് കുത്തിവെക്കണം. തുടക്കം അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുമ്പ് മുതൽ അവസാനം കുരിശാരോഹണം വരെ. അങ്ങനെ മൈക്കിളാഞ്ചലോ എന്ന വിശ്വപ്രസിദ്ധനായ ശില്പിയെ വിളിച്ച് കരിയോടെ ഏൽപ്പിക്കും. അപ്പോൾ അതേ ഉണ്ണിയേശുവിൻ്റെ ജനനത്തിലുള്ള കുറച്ച് ഏടുകൾ ഭിത്തിയിൽ കൊത്തിവയ്ക്കും. ഉണ്ണിയേശുവിൻ്റെ ജനനമായി. അപ്പോൾ ഉണ്ണിയേശുവിൻ്റെ മുഖത്തിനൊരു മാതൃക വേണം. അപ്പോൾ അദ്ദേഹം പട്ടണത്തിലേക്ക് പോയില്ല, കാരണം പട്ടണത്തിലെ കുട്ടികൾക്ക് കുറച്ചുകൂടെയൊക്കെ കൃത്രിമത മുഖത്തുണ്ടാവുമല്ലോ, മേക്കപ്പ് നോക്കിയിട്ട് ഒരു കള്ളച്ചിലേക്ക് കൂടുതലായിരിക്കും. ഗ്രാമത്തിലാവുമ്പോൾ നിഷ്കളങ്കത കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രാമത്തിലേക്ക് പോയി ഒരു ചെറിയ മൺകുടലിന് മുമ്പിൽ മെഴുകുതിരി വട്ടത്തിൽ കൊച്ചു കുഞ്ഞിരുന്ന് തിണ്ണയിലിരുന്ന് കളിക്കുന്നു, ചെറിയ വീട്. അപ്പോൾ ഇതേ കുറച്ചേരം നോക്കി നമ്മൾ കൊള്ളാം, ഇതിനെ നമുക്ക് മാതൃകയാക്കി ഉണ്ണിയേശുവിനെ കൊത്താം. ഇങ്ങനെ അച്ഛൻ്റെ മാതാപിതാക്കളുടെ അനുഭവത്തോടെ ആ കുട്ടിയുടെ മുഖം മാതൃകയാക്കി ഉണ്ണിയേശുവിനെ കൊത്തി. അത് കഴിഞ്ഞ് ഓരോ ബൈബിളിൻ്റെ ക്രമത്തിൽ ആ ഏട് കൊത്തി അവസാനത്തെ അത്താഴമായി. അവസാനത്തെ അത്താഴം യേശു ക്രിസ്തുവും 12 ശിഷ്യന്മാരും. യേശു ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് മൈക്കിളാഞ്ചലോയ്ക്ക് തർക്കമൊന്നുമില്ല, കാര്യം ശാന്തൻ, ത്യാഗം ചെയ്തവൻ, അങ്ങനെ ഒരു ചൈതന്യമുള്ള ഒരാളാണ്, ഒരു തർക്കമില്ല. മനസ്സിലൊരു ചിത്രമുണ്ട്. 11 ശിഷ്യന്മാരെക്കുറിച്ചും ഒരു തർക്കമില്ല. പക്ഷേ
സ്നേഹത്തിന് ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശിന് സ്നേഹത്തിന് ഒറ്റിക്കൊടുത്ത യൂദാസ് എന്ന ആ മനുഷ്യൻ്റെ മുഖം എത്രമാത്രം ക്രൂരമാവണം എന്നതിനെ കുറിച്ച് ഒരു തിട്ടം ചെയ്തു. എത്രമാത്രം കാര്യം സ്നേഹത്തിനെ ഒറ്റിക്കൊടുത്തത്, മറ്റൊന്നുമല്ല. ചതിയും തമ്മിൽ ചേർന്ന് ഒരു ചതിയും ജയിക്കും, മറ്റൊരു ചതിയും തൂക്കും എന്നുള്ളത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതല്ല, സ്നേഹത്തിനെയാണ് വഞ്ചിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അവസാനമായി നമ്മളുടെയൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ, ഏറ്റവും ക്രൂരന്മാർ കിടക്കുന്ന ഇടം ജയിലുകളാണെന്നൊരു ധാരണ നമുക്ക് പൊതുവെയുണ്ട്. സമൂഹത്തിൽ കൊള്ളാത്തവനും അക്രമിയും എല്ലാം ഉള്ളവർ മുഴുവൻ ഒരുമിച്ച് കാണുന്ന ഒരിടം ജയിലാണ്. പക്ഷെ തെറ്റത് കേട്ടോ, പിടിക്കപ്പെട്ടവരാണ് അവർ. പിടിക്കപ്പെടാത്ത എന്നെപ്പോലത്തെ എത്രയോ കള്ളന്മാർ യോഗത്തുണ്ടെന്നറിയോ. നമ്മൾ പിടിക്കപ്പെടാത്തതുകൊണ്ട് കള്ളനായില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഞാനോ കള്ളനാണ്. പക്ഷേ നമുക്കൊരു ധാരണ ഉണ്ട് അവരെ ഏറ്റവും മോശം. അവരൊന്നും അല്ല കേട്ടോ മോശം, അത് വെറുതെ ജനം പോയിട്ട് പറഞ്ഞില്ല. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം ഓരോ മുറിയിലും പോയി ഓരോരുത്തരുടെ മുഖം നോക്കി അവസാനം വന്നപ്പോൾ ഒരു ജയിൽ മുറിയിലെത്തി. അതിൽ ഇരുമ്പ് അഴികളിൽ പിടിച്ചൊരുത്തൻ കാർക്കിച്ച് തുപ്പുന്നു, അലറുന്നു, ഒരു വല്ലാത്ത അസഭ്യം പറയുന്നു. അങ്ങനെ വല്ല വയലൻ്റാണ് ഈ മനുഷ്യൻ. കണ്ടു കഴിഞ്ഞാൽ തന്നെ വല്ലാത്ത രൂപം, വടിക്കാത്ത താടി, കുളിക്കാത്ത മുഖം, പല്ല് തേക്കാത്ത കറ പിടിച്ച പല്ലുകൾ, ആകപ്പാടെ ഒരു പൈശാചിക രൂപം. കുറച്ച് നേരം നോക്കിയതിൽ പറഞ്ഞു, ഇതേ നോക്കി, ഇത് കൊള്ളാം, ഇവൻ മതി, ഏറ്റവും ക്രൂരമായ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരമായ മുഖത്തിൻ്റെ ഇവനെ നമുക്ക് മാതൃകയാക്കാം എന്ന് പറയുമ്പോൾ അതൊക്കെ അടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് മൈക്കിളാഞ്ചലോ, അങ്ങ് ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അങ്ങയുടെ മുഖം എനിക്ക് യൂദാസിന് മാതൃകയാക്കി പള്ളിയിൽ കുത്തിവെക്കാം. അത്രയും നേരവും അട്ടഹസിച്ച് ബഹളം വെച്ച് തലകീഴായി നിന്ന മനുഷ്യൻ പെട്ടെന്ന് ശാന്തനായി. എന്നിട്ട് കഴിയുക കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വീട്ട് താടിയൊക്കെ നനഞ്ഞ് മൈക്കിളാഞ്ചലോ ഞെട്ടിപ്പോയി. എന്തും ഇത്രയും ബഹളം കാണിച്ചു തന്നവൻ ഒരു മരുന്ന് പോലും കൊടുക്കാണ്ട് ഒരു വാക്കിലൂടെ എങ്ങനെ ഇവൻ ശാന്തി നേടി? ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് എൻ്റെ മുഖം ഉണ്ണിയേശുവിൻ്റെ മാതൃകയാക്കി ഉപയോഗിച്ചിട്ടുണ്ട് എന്നെൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്. ആ ഉണ്ണിയേശുവിന് വേണ്ടി മാതൃകയായി ഞാൻ കാലം കുറേ കഴിഞ്ഞപ്പോൾ ആ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനും വേണ്ടി മാതൃകയാകേണ്ടി വരുന്നു. ഇത് കാലത്തിൻ്റെ ഒരു പോക്കാണ്. നമ്മളെല്ലാവരും ജനിക്കുന്നത് കൈത്തിരിയാട്ടെ, കവിതരുവർ കൈത്തിരിയുന്നു, കളങ്കമില്ലാത്ത കൈത്തിരി. നമ്മളെല്ലാവരും നിഷ്കളങ്കരായിട്ട് ജനിക്കുന്നത്. പക്ഷേ കാലം നമ്മളെ ഓരോ പ്രലോഭനങ്ങളിലൂടെ പൈസയായിട്ടും മറ്റെന്ത് ലഹരികളായിട്ടും നമ്മളെ കുറേശ്ശെ യൂദാസാക്കി മാറ്റിക്കൊണ്ടിരിക്കും. അതിനെ അതിജീവിക്കുക എന്നുള്ള വലിയൊരു ജോലിയാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത്. കാര്യം അച്ഛനും അമ്മയും തന്നെ മക്കൾ വേണ്ടാന്ന് വയ്ക്കുന്നതും ഈ പണത്തിൻ്റെ പേരിലാണല്ലോ. കുട്ടിക്കാലത്ത് അമ്മയ്ക്ക് വേണ്ടി അടിവെക്കുന്ന മക്കളുണ്ട്. ഒരു മകൻ അല്ലെങ്കിൽ മകളിൽ നിന്ന് കെട്ടിപ്പിടിച്ചാൽ ഉടനെ അടുത്ത കുഞ്ഞിന് അസൂയ വരും. ഓ ഇതെൻ്റെ അമ്മയെ, എൻ്റെ അമ്മയെ, ഉടനെ മറ്റേ നിൻ്റെ അല്ല എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വാശിക്ക് കെട്ടിപ്പിടിച്ച് വളർന്നു കഴിയുമ്പോൾ ഒരാളുടെ കൂടെ അച്ഛനും അമ്മയും നിൽക്കുന്നു. അവർ ചിലവാണ്, ബാധ്യതയാണ്. അപ്പോൾ പറയും, ഇതെൻ്റെ മാത്രം അമ്മയല്ല കേട്ടോ, നിൻ്റെയും കൂടെയാണ് എന്ന് ഓർക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് മക്കൾ വരെ മാറുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഇങ്ങനൊരു സന്മനസ്സുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനസ്സുകളുണ്ട് കൈകോർക്കാൻ എന്ന് പറയുമ്പം ഭൂമി തന്നെ കുലുങ്ങാതിരിക്കാൻ ശ്രമിക്കുന്നു. ഇല്ലെങ്കിൽ പണ്ടേ ഭൂമി കുലുങ്ങിപ്പോയി. ഇതുപോലെ കുറേ സന്മനസ്സുള്ളവർക്ക് ഒന്നും പറ്റരുതേ എന്ന ഭൂമി അമ്മയുടെ പ്രാർത്ഥനയാണ് ഈ മടുത്തിട്ട് ഇളക്കാണ്ട് ഭൂമി ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ ഈ സംരംഭം അധികം സംസാരിക്കേണ്ട കാര്യമില്ല. അത് ഇതിങ്ങനെ കുറേ കാര്യം പറയണ്ട. ഈ വൈക്കം ബഷീർ മുഹമ്മദ് ബഷീർ ചെറിയൊരു കഥയുണ്ട്. ഒരു ദിവസം അദ്ദേഹം ലോഡ്ജിൽ താമസിക്കുമ്പോൾ ഒരാൾ വന്നിട്ട്, സാർ എനിക്ക് വിശക്കുന്നു എന്നൊക്കെ, അന്ന് വലിയ 1 രൂപയ്ക്കൊക്കെ വലിയ വിലയുള്ള സമയം, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ തരാൻ? അങ്ങ് വലിയ ആളല്ലേ, എഴുത്തുകാരല്ലേ. ബഷീറിൻ്റെ ഒന്നുമില്ലായിരുന്നു, 2 രൂപയുണ്ട്. ഞാൻ 2 രൂപ എടുത്ത് കൊടുത്തത് ഇതുകൊണ്ട് കഴിച്ചോളാൻ പറഞ്ഞു. അത് പുള്ളി വീണ്ടും പാവപ്പെട്ടവരായി. ഈ പൈസയായിട്ട് ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ വാങ്ങിച്ച് പൈസ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റൂം ബോയ് അവിടെ എന്താ വന്നത്, ബഷീറിനെ കാണാൻ വന്നത്, എന്ത് പറ്റി? പൈസയൊന്നുമില്ലായിരുന്നു, 2 രൂപ എനിക്ക് തന്നു. ആണോ തന്നോ? അത് ഈ പുള്ളിക്ക് വിശന്നിട്ട് ഞാനാണ് സംഘടിപ്പിച്ച് കൊടുത്തത്. പുള്ളിക്ക് ഒന്ന് ഓർത്ത് നോക്കുക, ബഷീറിൻ്റെ വിശന്നിട്ട് റൂം ബോയ് എവിടുന്നോ പോയി 2 രൂപ മേടിച്ച് കൊടുത്ത് ആ 2 രൂപ മറ്റൊരാൾക്ക് കൊടുത്തു. സ്വന്തം വിശപ്പ് സഹിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആൾക്കാർ ഈ ലോകത്തുണ്ടേ, വളരെ വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് അത് നിലനിൽക്കണം. എന്തെല്ലാം വന്നാലും, എന്തെല്ലാം കാലാവസ്ഥ മാറ്റം വന്നാലും ശരി, ഈ കുറേയധികം പേര് നല്ലവർ ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം നല്ലതാകാൻ പറ്റാത്തവരും നല്ലതാവണ്ട എന്ന് കരുതുന്നവരുമൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള നല്ലവരുടെ കുറേ ആൾക്കാരുടെ പ്രാർത്ഥനയും വിചാരമുണ്ട്. അപ്പോൾ അത് ഇനിയും തുടരും. അദ്ദേഹം പറഞ്ഞാൽ 82 വയസ്സ്. പണ്ട് രാജാവ് എല്ലാവർക്കും പൈസ കടം കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് വേണോ തിരുമേനി തിരിച്ചു വയ്ക്കും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരാം,
പക്ഷേ തരുന്നത് തരാൻ ഇഷ്ടമുള്ളവർക്ക് തരണമെങ്കിൽ ഞാൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം കൊണ്ട് തരാവുള്ളൂ. അതിൻ്റെ അർത്ഥം വെച്ചാൽ ആ ദിവസം മുതൽ വാങ്ങിയവൻ രാജാവിൻ്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. കാര്യം മരിച്ചാൽ കൊടുത്താൽ മതിയല്ലോ. രാജാവ് മരിക്കരുത്, രാജാവ് മരിക്കരുത് എന്ന് വേറൊരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആ ഫലം വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് 82 വയസ്സായില്ലേ, ഇദ്ദേഹം മരിക്കാതിരിക്കട്ടെ. ആ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകട്ടെ കേട്ടോ. അത് തന്നെ ഉണ്ടാകും. നിങ്ങൾ രീതിയിൽ നോക്കട്ടെ. ഇനി ഞാൻ വാക്കൊന്നും തരുന്നില്ല, കാര്യം പറയുന്ന വാക്ക് പാലിക്കാൻ പറ്റിയെങ്കിൽ പറയരുതെന്ന് ആഗ്രഹമുണ്ട് ഇതിനോട് കൂടെ. നോക്കട്ടെ, അതിനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആരോടും പറയാണ്ട് ഇദ്ദേഹത്തിനെ മാത്രം ചെവിയിൽ പറഞ്ഞ് ഞാൻ ഇതിൽ പങ്കാളിയാകും എന്ന് ഒരാഗ്രഹം ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഈ 16ാം വാർഷികവും ഈ ഭിന്നശേഷി ദിന ആചരണവും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സർ. അടുത്തത് സ്മരണിക പ്രകാശനമാണ്. സ്മരണിക പ്രകാശനം ചെയ്യുന്ന ശ്രീ വിനയകുമാർ, സാഹിത്യവേദി പ്രസിഡന്റ്, ചേർത്തല. അടുത്ത സ്മരണയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാനായി ശ്രീ വിനയകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ അധ്യക്ഷൻ ബാസിച്ചേട്ടൻ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വിളങ്ങി നിൽക്കുന്ന വയലാറിൻ്റെ പുത്രൻ. വയലാറ് ഹൃദയത്തിൽ ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല മലയാളികളായി. അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ ശരത്തേട്ടൻ, എന്നെക്കാൾ അദ്ദേഹത്തിന് 1 വയസ്സ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാൻ ചേട്ടൻ എന്ന് വിളിക്കും. ശരത്തേട്ടൻ, ഈ ഉദ്ഘാടനം ചെയ്ത ശരത്തേട്ടൻ, പ്രകാശൻ സാറ്, പ്രിയപ്പെട്ട പ്രസാദ് ചേട്ടനും ഇതുപോലെ വളരെ ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരുപാട് ഇടങ്ങളിൽ ഇടപെടാൻ അവസരം കിട്ടിയിട്ടുള്ള ആണ് അദ്ദേഹം. മുസ്തഫ, നേരത്തെ തൊട്ടേ എനിക്ക് പരിചയമുള്ളതാണ് അദ്ദേഹം. എങ്കിലും ഈ വേദിയിൽ വെച്ച് ഇപ്പോൾ കണ്ടുമുട്ടാനായി. പ്രിയമുള്ള സദസ്യരെ, സഹോദരി സഹോദരന്മാർ, സാന്ത്വനസ്പർശം പിതൃസ്മരണ എന്ന പേരിൽ തികച്ചും യാദൃച്ഛികമായി ഭാസിച്ചേട്ടൻ്റെ മനസ്സിൽ തുറവൂർ വടക്കനപ്പൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉടലെടുത്ത ആശയങ്ങളുടെ ഒരു ആവിഷ്കാരമാണ് ഉണ്ടായത്. വടക്കനപ്പൻ അരുൾ ചെയ്ത് എന്നതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ആശയങ്ങൾ അദ്ദേഹം ദൈനംദിനമായി പ്രാവർത്തികമാക്കുകയായിരുന്നു. അങ്ങനെ തുടക്കമെന്ന് പറഞ്ഞാൽ അതും യാദൃച്ഛികമാണ്. അദ്ദേഹം വടക്കനപ്പനെ തൊഴുത് വടക്കേ നടയിൽ എത്തുമ്പോഴേക്കും അവിടെ ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തോട് 1000 രൂപ ചോദിക്കുകയാണ്. പിന്നീട് തരാമെന്ന് പറഞ്ഞു. ആ ഒരു സംഭവത്തോടു കൂടി ആരംഭിക്കുന്ന ഈ പ്രവർത്തനം പിന്നീട് അങ്ങനെ വളർന്ന് അത് ഇന്ന് 23 വ്യക്തികളെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് വളർന്നു വന്നു. അതിന് KSSPU എന്ന സംഘടന അതിൻ്റെ എല്ലാ ശക്തിയും ഓജസ്സും കൊടുത്ത് സഹായിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഉത്കർഷമായ കാര്യം. ഒരു സംഘടന ശങ്കിച്ചു നിന്നില്ല. അതിലെ 7ഓളം അംഗങ്ങൾ അതോട് ചേർന്ന് നിന്ന് അവരും അവരുടെ പെൻഷനിൽ നിന്നൊരു പങ്ക് അതിലേക്ക് നൽകി. അങ്ങനെ ഇത് ഒരു പ്രസ്ഥാനം പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള ആശങ്ക, ഇതിനി നാളെ എനിക്ക് തുടരാനാകുമോ, ഇതിനി എന്തുമാത്രം മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതിന് ഒരു കാരണവശാലും ഇത് നിന്നു പോകില്ല എന്നതിൻ്റെ തെളിവുകൾ കഴിഞ്ഞ 5 വർഷത്തിലൂടെ നമ്മളിവിടെ പ്രകാശിതമായ സ്മരണികയിലൂടെ നമുക്ക് ബോധ്യം വരുന്നുണ്ട്. കാരണം ഉത്തരോത്തരം നിരവധിയായ പ്രവർത്തനങ്ങളാണ് തുടരാൻ കഴിഞ്ഞത്. ഒരാൾക്ക് വേണ്ടി കൊടുത്ത ഈ പ്രസ്ഥാനം ഇന്ന് നിരവധിയായ മറ്റനേകം, ഇപ്പോൾ പറഞ്ഞു 4.5 സെൻറ്റ് സ്ഥലം
സർക്കാരിന് ഓഫർ ചെയ്തിരിക്കുകയാണ് ഒരു വീട് വെച്ച് കൊടുക്കാൻ. പക്ഷേ സർക്കാരിൻ്റെ സിസ്റ്റത്തിന് അതിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ പലവിധമായ പ്രവർത്തനങ്ങൾ ഒരുപാട് ഇടങ്ങളിൽ പോയി നടത്തിയ പ്രവർത്തനങ്ങൾ ഈ സ്മരണികയിൽ നമ്മൾ ചേർത്ത് വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്മരണിക ഏറ്റവും മൂല്യവത്താകുന്നത്. ഇതിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ വളരെ ചേർത്ത് നിർത്തി ഉള്ള ഒരു സന്ദേശമുണ്ട്. അതിങ്ങനെയാണ്: ബഹുമാന്യ സഹോദര. കാരണം സഹോദരനായിട്ട് ചേർത്ത് നിർത്തിയാണ്, വേറെ ആരും അങ്ങനെ സന്ദേശത്തിൽ ചേർക്കാറില്ല. അദ്ദേഹത്തെ ചേർത്ത് നിർത്തി ഇങ്ങനെ സംസാരിക്കുന്നത്, ബഹുമാന്യ സഹോദര എന്ന് പറഞ്ഞ് ഡോക്ടർ ബിന്ദു സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള അടുപ്പം, ഹൃദയസ്പൃക്കായ ആ സമീപനത്തിലൂടെ തന്നെ നമുക്ക് ബോധ്യം വരുന്നു. അങ്ങനെ നിരവധിയായ സംഭവങ്ങളെ കോർത്തിണക്കാൻ നമുക്ക് ഈ സ്മരണികയിൽ KC വേണുഗോപാലിൻ്റെ ആശംസ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. ദലീമ ജോജോ കഴിഞ്ഞ വർഷം ഇവിടെ വന്നതാണ്. ദലീമയുടെ സന്ദേശം, MLA സന്ദേശമുണ്ട്. പിന്നെ ഭിന്നശേഷിക്കാരായ നിരവധി പേരോടൊപ്പം അദ്ദേഹം നടന്ന പ്രവർത്തനങ്ങളുടെ, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി എവിടെ ചെന്നാലും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ക്ഷേമപരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പല വാതിലുകളിലും അധികാര കേന്ദ്രങ്ങളിലും അദ്ദേഹം മുട്ടിയിട്ടുണ്ട്. അതൊക്കെ ചെറിയ തോതിലെങ്കിലും നമുക്കിതിൽ ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് പറയാനുള്ള ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളെ ചേർത്തുകൊണ്ടുള്ള ഒരു ലേഖനം ചേർത്തിട്ടുണ്ട്. ഭിന്നശേഷി അനുഭവമായിട്ട് ചേർത്ത് നാസി ടീച്ചർ എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പ് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. സാന്ത്വന സ്പർശം സ്പോൺസർ ചെയ്യുന്ന വ്യക്തികൾ, സാറിൻ്റെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമായ വ്യക്തികളുടെ എല്ലാം ഫോട്ടോ നമുക്കിതിൽ ഒരു ഫോട്ടോ ആൽബം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭിന്നശേഷിയിൽ കുടുംബാംഗങ്ങളായി ചേർത്തുകൊണ്ട് കുറച്ച് പേരുടെ പടം, അവരുടെ എല്ലാം ഫോട്ടോ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളിൽ ചിലരെഴുതിയ ലേഖനങ്ങൾ, ഭാസിച്ചേട്ടനെ കുറിച്ച് കൊച്ചുമകൾ എഴുതിയ ഒരു ലേഖനം പോലും നമുക്ക് ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ആൽബങ്ങളിൽ ഭിന്നശേഷി പ്രവർത്തനങ്ങളോടൊപ്പം കുടുംബാംഗങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻ വർഷങ്ങളിലും നടന്ന പരിപാടികളുടെ ആകെ ചിത്രങ്ങൾ നമുക്കിതിൽ കുറച്ചൊക്കെ, മുഴുവനും ചേർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വളരെയേറെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഭാസിച്ചേട്ടൻ എഴുതി അയച്ച പ്രതികരണങ്ങൾ, ലേഖനങ്ങൾ, പിന്നെ ഭാസിച്ചേട്ടനെ ഈ പരിപാടികൾക്കാകെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, ഈ വക ഒട്ടനവധി കാര്യങ്ങൾ സ്മരണികയിൽ നമുക്ക് ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഭാവി എന്താകും എന്ന് അദ്ദേഹം ആശങ്കപ്പെടുമ്പോൾ അതിനുള്ള മറുപടി ഈ സ്മരണികയിലൂടെ കടന്നു വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചുരുങ്ങിയ കാലമാണ് ഭാസിച്ചേട്ടനുമായിട്ട് ഇടപെട്ടത്. ആ ഇടപെട്ട കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിലൂടെ മനസ്സിലാക്കിയത്, കോവിഡ് കാലത്ത് ഉണ്ടായ ഒരു ലോകമെമ്പാടുമുണ്ടായ ഒരു വ്യസനവും കഷ്ടപ്പാടുകളുടെയും ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു അവബോധം നമ്മുടെ ഭാസ്ചേറിൻ്റെ ഉള്ളിൽ ഉണ്ടായി വന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ലോകമെമ്പാടും ഒരുപാട് ആർദ്രമായ മനസ്സുകൾ ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ട ഒരു കാലഘട്ടമാണ് കോവിഡാനന്തര കാലഘട്ടം. ആ ഒരു സന്ദർഭത്തിൽ തുടങ്ങി വെച്ചതാണ് അദ്ദേഹത്തിൻ്റെയും ഈ സേവന പ്രവർത്തനങ്ങൾ. സ്വാഭാവികമായും ഈ സാന്ത്വന സ്പർശം പിതൃസ്മരണ എന്ന ഈ പദ്ധതി മുന്നോട്ട് പോകും എന്നതിൻ്റെ നമ്മൾ ആശിക്കുന്ന കാരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഓരോ ദിനവും ഉത്തരോത്തരം സാമ്പത്തികമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അവരെല്ലാവരും ഒത്തുചേർന്നാൽ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ വളരെ എളിയ സംഭാവനകൾ മാത്രം മതിയാകും അവരെ സംബന്ധിച്ചിടത്തോളം.
അതുകൊണ്ട് ഈ കുടുംബത്തിൽ നിന്ന് വിചാരിച്ചാൽ പോലും ഈ പ്രസ്ഥാനം നിന്നു പോകില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിന് മാത്രം ഉയർച്ചയും ധനവും വടക്കനപ്പനും തെക്കനപ്പനും അനുഗ്രഹിച്ചുകൊണ്ട് ഈ കുടുംബത്തിലെ മുഴുവൻ പേർക്കും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അത് ഉത്തരോത്തരം വർദ്ധിക്കും എന്ന ബോധ്യമുള്ളതുകൊണ്ട് കുടുംബം ഇത് ഏറ്റെടുക്കും. പിന്നെ തുടർന്ന് KSSPയും മറ്റ് സാമൂഹ്യ മണ്ഡലത്തിലുള്ള ഇത് കണ്ടു നിൽക്കുന്ന ഒട്ടനവധി സംഘടനകളും ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിക്കും. അതുപോലെ പെൻഷൻകാരും തങ്ങളുടെ കിട്ടുന്നതിൽ ഒരു പങ്ക് കൊടുത്തത് കൊണ്ടൊരു കുഴപ്പവുമില്ല എന്ന് ബോധ്യം വരും. ഒരുപക്ഷെ മാനസികമായ സന്തോഷം അതിലുപരി അവരുടെ ശാരീരികമായ കഷ്ടതകളേക്കാൾ ഏറെ മുന്നിട്ട് നിൽക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഉപകരിക്കും എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും മുന്നോട്ട് വരികയും ചെയ്യും. ഈ പ്രസ്ഥാനം ഉത്തരോത്തരം ഉയർന്നുയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാസിച്ചേട്ടനെ പോലെ ഇതുപോലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഇത്രയും ഒട്ടും കൊട്ടിഘോഷിക്കാതെ എളിയ പ്രവർത്തനങ്ങളുമായി നമുക്കിടയിൽ ഉണ്ട് എന്നത് അത്ഭുതമുണർത്തുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്കും ശക്തി ഉണ്ടാവട്ടെ. അദ്ദേഹം എന്നും ആയുരാരോഗ്യത്തോടെ ശരത്തിയേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് മരണമില്ലാതിരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളിൽ പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായി ഇന്നത്തെ ഏറ്റവും ഹൃദ്യമായ ചടങ്ങാണ് 6ാം വർഷ പെൻഷൻ വിതരണ ഉദ്ഘാടനമാണ്. അതിനായി നമ്മുടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ M. പ്രസാദ് അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പെൻഷൻ ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ പ്രഭാകരൻ സർ അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ പ്രസാദ് അവരോടൊപ്പം അധ്യക്ഷനെയും അതുപോലെ വിശിഷ്ട വ്യക്തികളെയും വയലാർ ശരത് ചന്ദ്രവർമ്മ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഇതിൻ്റെ എല്ലാമെല്ലാമായ ശ്രീ ഭാസ്കരൻ നായർ സർ, ഇന്ന് ഈ വലിയ വൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി ശരത്ചന്ദ്രവർമ്മ സർ, പട്ടണക്കാട് ബ്ലോക്കിൻ്റെ സെക്രട്ടറി ശ്രീ പ്രകാശൻ, എൻ്റെ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഭാസ്കരൻ നായർ എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ഞങ്ങൾ അടുത്തടുത്താണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസവും പിന്നെ ഔദ്യോഗിക ജീവിതവും ഒക്കെ തന്നെ ഒരുമിച്ച് നടത്തി വരാം. ഇപ്പോഴും പെൻഷനായപ്പോഴും ഒരുമിച്ച് സംഘടനയിലാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിലും ഇത്തരം ഒരു വലിയ കാര്യം ചെയ്യുന്ന വേറൊരു സുഹൃത്തും എനിക്കില്ല. അത് വാസ്തവത്തിൽ ഇതൊരു അസാധ്യമായ കാര്യമെന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷനും വൈഫിൻ്റെ പെൻഷനും കൂടി കണക്കുകൂട്ടി നോക്കിയാൽ നമുക്കെല്ലാവർക്കും ഇരിക്കാൻ പലർക്കും ഇപ്പോൾ എനിക്കോ പ്രകാശനോ ലിവിനോ ഒക്കെ ചന്ദ്രനോ ഒക്കെ പെൻഷനുള്ളവരാണ്. ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അദ്ദേഹം ഈ കാര്യം ഇതിലൊക്കെ എത്ര ഭംഗിയായിട്ട്, ഇതിപ്പോൾ എത്രയോ 6ാമത്തെ വർഷമായി ഞാനിപ്പോൾ പല ചടങ്ങുകളിൽ വന്നിട്ടുണ്ട്, കേൾക്കുന്നില്ല. അപ്പോൾ ഇപ്പം കേൾക്കാം. അപ്പോൾ ഇത്ര ഒരു വളരെ നല്ല ചടങ്ങ് ആ ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുമെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഇതിനൊരു ഏജൻസികളൊക്കെ വന്നാൽ ഇതിലും ഭംഗിയായിട്ട് നടത്താൻ പറ്റും. ഏജൻസികളില്ല, നമ്മൾ സർക്കാർ തീരെ ഇതിൽ നിന്ന് ഒഴിഞ്ഞാൽ പോയി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഭിന്നശേഷിക്കാർക്ക് എല്ലാ മേഖലയിലും ഔദ്യോഗിക മേഖലയിലും സംവരണം
ഹൈക്കോടതി വിധിയായി. അത് നമ്മുടെ സർക്കാർ നടപ്പിലാക്കുവാനും തീരുമാനമെടുത്തു. പക്ഷേ അതിനെതിരായിട്ട് കേസിന് പോയിരിക്കുക ഇപ്പോൾ. അതുകൊണ്ടൊരു വിഭാഗം നമ്മൾ കാര്യങ്ങൾ കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധി കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും ആ വിധി നടപ്പിലാക്കുവാൻ സർക്കാർ താല്പര്യമെടുത്ത് അത് നടപ്പിലാക്കി. പക്ഷേ അപ്പോൾ അതിനെതിരായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ശക്തമായ ചില വിഭാഗങ്ങളാണ് കോടതിയിൽ പോയിരിക്കുന്നത്. അതിങ്ങനെ ഇപ്പോൾ നിൽക്കുക, ഒരു തീരുമാനത്തിലെത്താതെ, വ്യക്തമായ തീരുമാനത്തിലെത്താതെ. അതാണ് നമ്മുടെ നാട്. ഇവിടെ ചരിത്രവർമ്മ സാറ് പറഞ്ഞു, കൈ തല്ലാനും തലോടാനും കൂടിയുള്ളതാണ്. അതുപോലെയാണ് രണ്ട് വശമുണ്ട്, എല്ലാത്തിനുമുണ്ട്. അപ്പോൾ എന്നാലും നല്ല വശം, നന്മയുടെ വശം വിജയിക്കുമെന്ന് തന്നെയാണ് പറയാറ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് KSSP ഏറ്റെടുത്തൊക്കെ നടത്തണമെന്നൊക്കെ പറഞ്ഞു. KSSPൻ്റെ സംഘടനാ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഇത് എല്ലാ സർവീസ് സംഘടനകളും എന്തിനാ? ആ സംഘടനയുടെ അംഗങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വളരെ വ്യത്യസ്തമായ നിലപാടുള്ള സംഘടനയാണ്. എന്താ, നമ്മൾ വളരെ മനുഷ്യ കാരുണ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നവരാണ് ഈ സംഘടന. ലോകത്തെമ്പാടും ഇന്ത്യയിൽ എവിടെ ആയെങ്കിലും പ്രളയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ എന്തിനാ ഈ കഴിഞ്ഞ 2018 പ്രളയത്തിൽ, കേരളത്തിലുണ്ടായ പ്രളയത്തിന് അതിജീവിപ്പിക്കുന്നതിന് വേണ്ടി അതിലെ എല്ലാ ജനങ്ങളെയും കൂട്ടിച്ചേർത്ത് പിടിച്ച, കൈകോർത്ത് പിടിച്ച സർക്കാരിനെ സഹായിക്കുന്നതിന് ചീഫ് മിനിസ്റ്ററുടെ ഫണ്ടിലേക്ക് കൊടുത്തത് എത്രയാണെന്ന് അറിയുമോ? 17 കോടി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പിരിച്ചു കൊടുത്തു. പെൻഷൻ കാർഡിൽ നിന്നാണ്, 10 പൈസ വേറെ ആളിൽ നിന്നും പിരിച്ചിട്ടില്ല. അപ്പം അത് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഈ അടുത്തത് നമ്മൾ തുടങ്ങി, ഏറ്റവും അവസാനം തുടങ്ങിയിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനം വളരെ പാവപ്പെട്ടവർക്ക്, പാർപ്പിടമില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഈ വർഷം ചെങ്ങന്നൂർ ബ്ലോക്കുകാർ വയ്ക്കാൻ പോകുക. അതിൻ്റെ വർക്ക് പിരിവൊക്കെ നടന്നുകൊണ്ടിരിക്കുക അവിടെ. അങ്ങനെ എല്ലാ സ്ഥലത്തും കേരളത്തിലെമ്പാടും ഈ പ്രവർത്തനം നടക്കുക. ഒട്ടും ഭയപ്പെടേണ്ട, നമ്മുടെ പട്ടണക്കാട് ബ്ലോക്കിലേക്കും വരും ഈ പ്രവർത്തനം, കേട്ടോ പ്രകാശം. അപ്പോൾ അതിന് കാശൊക്കെ ഉണ്ടാക്കി നമ്മളൊക്കെ എന്തിനാണ് കൊടുക്കേണ്ടത്? ഒരു നല്ല എന്താ ചെന്ന് വെച്ചിരിക്കണേ, അത് ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ 4.5 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടിരിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനും അദ്ദേഹം കൂടി പ്ലാൻ ചെയ്താണൊക്കെ കറസ്പോണ്ടൻസ് നടത്തിയിട്ട് അത് ഏറ്റെടുത്തതിന് അവിടെ ഒരു വീട് വെച്ച് കൊടുക്കാൻ ഒരു ഏജൻസി മുമ്പോട്ട് വരുന്നില്ല. അതാണിപ്പോൾ ഒരു ഗതികേട്. അത് നമുക്ക് ആരെങ്കിലും വരും, നോക്കാം. അപ്പോൾ ഏതായാലും ഈ സൽപ്രവൃത്തികൾ ഇവിടെ വർമ്മ സാറ് പറഞ്ഞല്ലേ, രാജാവ് മരിച്ചതിന് ശേഷം പണം തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്ന പ്രാർത്ഥനയാണിപ്പോൾ എല്ലാവർക്കും ഉള്ളത്, അല്ലേ? ഇദ്ദേഹത്തെ പറ്റി ആ മാനസികാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ആ മാനസികാവസ്ഥ അദ്ദേഹത്തിന് എല്ലാവർക്കും ഉണ്ടാകട്ടെ, അദ്ദേഹത്തിനുള്ള പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ സൽപ്രവൃത്തി എക്കാലവും തുടർന്ന് നടക്കാനൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇതിൻ്റെ പരിപാടി കൊടുക്കാനുണ്ട്. ശ്രീ പ്രഭാകരൻ സർ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. അല്ല അല്ല ഞാൻ ശ്രീ പ്രസാദ് അവരോടൊപ്പം വിശിഷ്ട വ്യക്തികളെയും ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ശ്രീ ശശിധരൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.
വസ്ത്രവും പെൻഷനും കൈമാറുന്നതിനായി ശ്രീ ഭാസ്കരൻ നായർ. ശ്രീ ശശിധരൻ ഇല്ലെങ്കിൽ മോളെ ക്ഷണിച്ചോളൂ. അടുത്ത് ശ്രീമതി ശരണ്യ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഡ്രസ്സ് നൽകുന്നതിനായി ശ്രീമതി ഗിരിജാമണി ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത ശ്രീമതി മാർഗരറ്റ് വിൽസനാണ്. മാർഗരറ്റ് വിൽസനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാർഗരറ്റ് വിൽസനെ കൊടുക്കുന്നതിനായി ശ്രീമതി രേണുക ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി രേണുക ടീച്ചർ. അടുത്തത് ശ്രീമതി വിക്ടോറിയ ക്ഷണിച്ചുകൊള്ളുന്നു. പെൻഷൻ നൽകുന്നതിനായി ശ്രീമതി ശാന്തകുമാരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വിക്ടോറിയ. അടുത്ത ശ്രീ സലിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ സലി വസ്ത്രവും പെൻഷനും നൽകുന്നതിനായി ശ്രീ കെ വി കൃഷ്ണകുമാരെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ സലി. അടുത്ത ശ്രീമതി അനുശ്രീയെ ക്ഷണിച്ചുകൊള്ളുന്നു. അനുശ്രീക്ക് വസ്ത്രവും പെൻഷനും കൈമാറുന്നതിന് ശ്രീമതി ശാന്തമ്മ ബി അവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി അനുശ്രീ ആൻഡ് ശ്രീമതി ശാന്തമ്മ ബി. അടുത്തത് ശ്രീമതി വിനിമോൾ. ശ്രീമതി വിനിമോളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നൽകുന്നതിനായി ശ്രീമതി പങ്കജകുമാരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി വിനിമോൾ ആൻഡ് ശ്രീമതി പങ്കജകുമാരി. അടുത്ത ശ്രീ രാമചന്ദ്ര പയ്യെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ രാമേന്ദ്ര പൈ നൽകുന്ന ഡ്രസ്സും പെൻഷനും നൽകുന്നതിന് ശ്രീമതി വൃന്ദാദേവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ രാമേന്ദ്ര പൈ ആൻഡ് ശ്രീമതി വൃന്ദാദേവി. അടുത്തത് ശ്രീമതി സ്മിത ക്ഷണിച്ചുകൊള്ളുന്നു. വസ്ത്രവും പെൻഷനും നൽകുന്നതിന് ശ്രീമതി മേരി വിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി സ്മിത ആൻഡ് ശ്രീമതി മേരി വി. അടുത്തത് ശ്രീ സനീഷ് ആൻഡ് ശ്രീമതി ഉഷ രണ്ടുപേരെ ഒരുമിച്ച് ക്ഷണിക്കുന്നു. ശ്രീ സനീഷ് ആൻഡ് ശ്രീമതി ഉഷ ഡ്രസ്സും പെൻഷനും നൽകുന്നതിനായി ശ്രീ ഭരത് ജഗദീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ഭരത് ജഗദീഷ്. ശ്രീമതി ഉഷ ആൻഡ് ശ്രീ സനീഷ്. ശ്രീ സനീഷിനെയും ശ്രീമതി ഉഷയെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഡ്രസ്സും പെൻഷനും നൽകുന്നതിനായി ശ്രീ ഭരത് ജഗദീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്ത ശ്രീ ശശിധര മേനോൻ ഹിന്ദു നിവാസ് ആൻഡ് ശ്രീമതി ശ്രീദേവി. ശ്രീ ശശിധര മേനോൻ ആൻഡ് ശ്രീമതി ശ്രീദേവി ക്ഷണിച്ചുകൊള്ളുന്നു. ഡ്രസ്സും പെൻഷനും നൽകുന്നതിന് ശ്രീ രഞ്ജിത്ത്, ഡോക്ടർ രഞ്ജിത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ശശിധര മേനോൻ ആൻഡ് ശ്രീമതി ശ്രീദേവി. അടുത്ത ശ്രീ വിപിൻ കൊച്ചുതറ, അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. നൽകുന്നതിനായി ശ്രീ അജയ്കുമാർ വി എ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ വിപിൻ കൊച്ചുതറ പെൻഷനും ഡ്രസ്സും നൽകുന്നതിനായി ശ്രീ അജയ്കുമാർ വി എ. അടുത്തത് സമ്പത്ത്, ശ്രീ സമ്പത്ത് കളവങ്കോട് ശ്രീ സമ്പത്തിനെ ക്ഷണിച്ചു കൊള്ളുന്നു. നൽകുന്നതിനായി ശ്രീമതി ജയശ്രീയെ ക്ഷണിക്കുന്നു. ശ്രീ സമ്പത്ത് കളവങ്കോട് നൽകുന്നതിനായി ശ്രീമതി ജയശ്രീ. അടുത്തത് ശ്രീ മോഹൻകുട്ടി വളമംഗലം. ശ്രീ മോഹൻകുട്ടി വളമംഗലം ക്ഷണിച്ചുകൊള്ളുന്നു. നൽകുന്നതിനെ ശ്രീ മരുത്തോർവട്ടം ഉണ്ണികൃഷ്ണൻ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ മോഹൻകുട്ടി വളമംഗലം സ്വീകരിക്കുന്നതിനായി ശ്രീ മോഹൻകുട്ടി വളമംഗലം, നൽകുന്നതിനായി ശ്രീ മരുത്തോർവട്ടം ഉണ്ണികൃഷ്ണൻ. അടുത്ത ശ്രീ ദിലീപ് കുമാർ മുഹമ്മ, ശ്രീ ദിലീപ് കുമാർ മുഹമ്മ ക്ഷണിച്ചുകൊള്ളുന്നു. നൽകുന്നതിനായി ശ്രീമതി ശ്രീദേവി ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ദിലീപ് കുമാർ മുഹമ്മ, നൽകുന്നതിനായി ശ്രീമതി ശ്രീദേവി. അടുത്ത ശ്രീ രഘു വളമംഗലം, ശ്രീ രഘു വളമംഗലത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് ശ്രീമതി മഞ്ജു വൈഫ് ഓഫ് രവിക്കുഞ്ഞ്, ശ്രീമതി മഞ്ജു വൈഫ് ഓഫ് രവിക്കുഞ്ഞ് വളമംഗലം ക്ഷണിച്ചുകൊള്ളുന്നു. നൽകുന്നതിനെ ശ്രീ ഉത്തമനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് ശ്രീ ദേവരാജൻ തൈക്കാട്ടുശ്ശേരി, നൽകുന്നതിനായി ശ്രീ മോഹനൻ ക്ഷണിച്ചുകൊള്ളുന്നു. ദേവരാജൻ തൈക്കാട്ടുശ്ശേരി, ശ്രീ മോഹനൻ നൽകുന്നതിനായി. അടുത്ത ശ്രീമതി ജയ വളമംഗലം എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ. അടുത്ത ശ്രീമതി അമൃത വളമംഗലം, അടുത്തത് നമ്മുടെ ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ വിശിഷ്ടാതിഥിയായ ശ്രീ വയലാർ ശരത്ചന്ദ്ര വർമ്മയ്ക്ക് നമ്മുടെ ആദരവ് അധ്യക്ഷൻ നൽകുകയാണ്.
നമുക്ക് നമ്മുടെ വിശിഷ്ടാതിഥി ഇറങ്ങുകയാണ്. അദ്ദേഹത്തിനുള്ള ആദരവ് നമുക്ക് നമ്മുടെ ആദരവ് എഴുന്നേറ്റ് നിന്നൊന്ന് പ്രകടിപ്പിക്കാം. ശ്രീ ശരത് വർമ്മ, ശ്രീ വയലാർ ശരത്ചന്ദ്ര വർമ്മ. Sir, thank you very much. Thank you very much for gracing this occasion with your presence. Thank you very much. Thank you, sir. അടുത്തത് ആശംസകൾ അർപ്പിക്കാനാണ് ശ്രീ കെ പ്രകാശൻ, സെക്രട്ടറി, പട്ടണക്കാട് ബ്ലോക്ക്, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ കെ പ്രകാശൻ ആശംസകൾ അർപ്പിക്കാൻ. ഒരു പ്രിവിലേജാണ് ശ്രീ ചന്ദ്രശേഖർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നത്. ഒരു പ്രിവിലേജിന് സാർ പറഞ്ഞിട്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ KSSPU ജില്ലാ കമ്മിറ്റി അംഗം CB മോഹൻ നായർ സാറ് അദ്ദേഹം രാവിലെ ഇവിടെ വന്ന് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർന്നിട്ട് പോയി. അപ്പോൾ എന്നെ വിളിച്ച ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിട്ടൊന്ന് ഭാസ്കരൻ നായർ സാറിനെ ആദരിക്കണം. അതോടൊപ്പം ഞാനൊക്കെ ചെറുപ്പത്തിലെ തൊട്ട് ഭാസ് ചേട്ടൻ എന്ന് വിളിക്കുന്ന ഭാസ്കരൻ നായർ സാറ് ഈ വലിയ മഹനീയ കൃത്യം ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തെ എൻ്റെ സ്വന്തം നിലയ്ക്ക് ഒന്ന് ആദരിക്കണം. അപ്പോൾ 2 ആദരവ് കഴിഞ്ഞിട്ട് പ്രകാശ് സാറ് സംസാരിക്കും. അടുത്തത് ആശംസകൾ അർപ്പിക്കാനായി ശ്രീ കെ പ്രകാശൻ, പട്ടണക്കാട് ബ്ലോക്ക്, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സെക്രട്ടറി. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമ്മളെല്ലാം പ്രിയങ്കരനായ ശ്രീ ഭാസ്കരൻ നായർ സാർ, യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീ എം പ്രസാദ് സാർ, കുത്തിയോട് യൂണിറ്റ് സെക്രട്ടറി ശ്രീ മുസ്തഫ, ശ്രീ വിനയകുമാർ, പ്രിയമുള്ള പെൻഷൻ സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, നാട്ടുകാരെ, ഇന്ന് ഡിസംബർ 3 വികലാംഗ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മളിവിടെ ഒത്തുകൂടി ഈ സാന്ത്വന സ്പർശത്തിൻ്റെ ഉദ്ഘാടനവും അവരെ ആദരിക്കലും ആണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ശ്രീ ഭാസ്കരൻ നായർ സാറിനെയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുത്തിയോട് യൂണിറ്റിൻ്റെ ഭാരവാഹികളെയും
പട്ടണക്കാട് ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനെ സംബന്ധിച്ച് നേരത്തെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വളരെ വിശദമായി സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. ആവശ്യത അനുഭവിക്കുന്ന ജനങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ചില ഉദാഹരണങ്ങൾ സാർ പറയുകയുണ്ടായി. അത് കേരളത്തിൽ മാത്രമല്ല, ഈ ലോകത്തിലെവിടെ എല്ലാം ഇതിന് അർഹതപ്പെട്ടവരുണ്ടോ അവരെ എല്ലാം സഹായിച്ചുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ഗുജറാത്തിലെ ഭൂകമ്പമായാലും നേപ്പാളിലെ ഭൂകമ്പമായാലും തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്കമായാലും ഒക്കെ തന്നെ ഈ സംഘടന യഥാവിധി അവരെ എല്ലാം സഹായിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ സുനാമി ദുരന്തമുണ്ടായപ്പോൾ നമുക്കറിയാം എത്രയോ പേരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു, അവരുടെ ജീവനോപാധികളായ വെള്ളവും വലയും ഒക്കെ നഷ്ടപ്പെട്ടു. അന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അവരുടെ അംഗങ്ങളിൽ നിന്ന് സംഭരിച്ച 3 കോടിയോളം രൂപ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഏൽപ്പിക്കുക ചെയ്തത്. സാർ സൂചിപ്പിച്ചു, പ്രളയം, കോവിഡ്, വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായ ദുരന്തം, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെയെല്ലാം സഹായിക്കുന്ന പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ഭാസ്കരൻ നായർ സാറ് കുത്തിയതോട് തുടക്കമിട്ട ഈ സാന്ത്വന സ്പർശം പരിപാടി ഇന്ന് പട്ടണക്കാട് ബ്ലോക്കിലെ 8 യൂണിറ്റുകളിലേക്കും പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. കടക്കരപ്പള്ളിയിലെ ഇവിടെ 23 പേർക്കാണ് കൊടുക്കുന്നത്. അതിൽ 16 കൊടുക്കുന്നത് ഭാസ്കരൻ നായർ സാറാണ്. കടക്കരപ്പള്ളി യൂണിറ്റ് 4 പേർക്ക് സാറിൻ്റെ മാതൃക പിന്തുടർന്ന് ഇതുപോലെ പ്രതിമാസം 1000 രൂപ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പട്ടണക്കാട് യൂണിറ്റ് അവിടെ കഴിഞ്ഞ വർഷം വരെ ഒരാൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനിയും അത് വർദ്ധിപ്പിക്കാനുള്ള ആലോചനയിലാണ്. തുറവൂർ യൂണിറ്റ് അതിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഗീതാമണി ടീച്ചർ 10000 രൂപ ഒരാൾക്ക് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ യൂണിറ്റും പരിശോധിച്ചാൽ എല്ലാ യൂണിറ്റുകളിലും അവിടെ ആവശ്യത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട സഹായം എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അതിന് മാതൃകയാണ് ശ്രീ ഭാസ്കരൻ നായർ സാർ. ഞങ്ങൾക്കെല്ലാം മാതൃകയാണ്, ഞങ്ങളെല്ലാം വഴികാട്ടിയാണ്. അദ്ദേഹം തുടങ്ങിവെച്ച ഈ സാന്ത്വന സ്പർശം പരിപാടി 8 യൂണിറ്റിലേക്കും, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുമാതിരി 8 യൂണിറ്റിലേക്കും വ്യാപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഞങ്ങൾക്കെല്ലാം മാതൃകയാണ്. അങ്ങനെ ഈ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഭാസ്കരൻ നായർ സാറിനെയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുത്തിയോട് യൂണിറ്റിൻ്റെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സെക്രട്ടറി ഇൻചാർജ് കുത്തിയതോട് യൂണിയൻ്റെ ശ്രീ PA മുസ്തഫ അവരെ ക്ഷണിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത കവി വയലാർ ശരത്ചന്ദ്രവർമ്മ, നമ്മുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള പ്രസാദ് സാറ് ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ട് സംസാരിച്ചു.
അതുപോലെ തന്നെ സംഘടനയുടെ ബ്ലോക്ക് സെക്രട്ടറി പ്രകാശൻ സാറ്, സ്മരണിക പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ കോർഡിനേഷൻ വർക്കും എല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കിയ വിനയൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഭാസ്കരൻ സാറിനെ ആദരിച്ച ചന്ദ്രശേഖരൻ സാറ്, വളരെ തിരക്കുണ്ടായിട്ടും ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ ഗുണഭോക്താക്കളെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട എൻ്റെ പെൻഷൻ സുഹൃത്തുക്കളെ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ, സാന്ത്വന സ്പർശം എന്ന പേരിൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി അതിന് മുൻകൈയെടുത്ത ഭാസ്കരൻ സാറ് ഒരു സുപ്രഭാതത്തിൽ തുറവൂർ അമ്പലത്തിൽ നിന്ന് തൊഴുതു മടങ്ങുമ്പോൾ ആ ക്ഷേത്ര നടയിൽ ഇരുന്ന ഒരു ഭിന്നശേഷിക്കാരൻ ഒരു സഹായം അഭ്യർത്ഥിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊരു പദ്ധതിയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നുകയും അതിനുവേണ്ടി ഈ 81 നിറവിൽ നിൽക്കുന്ന ഈ സമയത്ത് പോലും തൻ്റെ ആരോഗ്യമൊന്നും കണക്കിലെടുക്കാതെ അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും ആ 1, 4, 16 പിന്നെ 23 ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ 23-ലെത്തി നിൽക്കുകയാണ്. ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെ പണ്ടക്കാട് ബ്ലോക്കിൻ്റെ കീഴിലുള്ള 8 യൂണിറ്റ് 8 പഞ്ചായത്ത്, ആ പഞ്ചായത്തിലെ ഇതുപോലെയുള്ള പെൻഷൻ സുഹൃത്തുക്കൾ തൻ്റെ ചുറ്റുപാടുമുള്ള അഗതികളെയും ആലംബഹീനരെയും ആർത്തരെയൊക്കെ പല രീതിയിൽ സഹായിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബ്ലോക്ക് സെക്രട്ടറി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അനധിവിദൂര ഭാവിയിൽ ഇതിനൊരു ബ്ലോക്ക് തന്നെ, ഈ പട്ടണക്കാട് ബ്ലോക്ക് തന്നെ ഇതിന് ഒരു നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത് സംസ്ഥാനത്തെ ഒരു നോഡൽ പ്രോജക്റ്റായി മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അങ്ങനെ മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അതിനുവേണ്ടി പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച ശ്രീ ഭാസ്കരൻ സാറിനെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതി വരില്ല. സാറിന് ഈ 81-ാമത്തെ വയസ്സിലും തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം കഴിഞ്ഞ് ശിഷ്ടജീവിതം വീട്ടിൽ ഒതുങ്ങിക്കൂടി തൻ്റെ പേരക്കുട്ടികളും മക്കളുമൊക്കെ ആയിട്ട് ശിഷ്ടജീവിതം കഴിഞ്ഞുകൂടാൻ വേണ്ടി ഉള്ള ഈ കാലഘട്ടത്തിൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാതെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സത്യത്തിൽ സാറിന് പ്രചോദനമായത് ഇതുപോലുള്ള KSSB പോലുള്ള ഒരു സംഘടനയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് തൻ്റെ വാർദ്ധക്യം ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ 81-ാമത്തെ വയസ്സിലും സാറ് മുന്നോട്ട് വരുന്നു. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാറിന് ആയുരാരോഗ്യം മുഴുവൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് മുഴുവൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ കുത്തുകോട് പഞ്ചായത്തിൽ ഈ ഭിന്നശേഷിക്കാർക്ക് ആദ്യമായിട്ട് കൊടുത്തത് കുത്തിയോട് പഞ്ചായത്തിലെ 6-ാം വാർഡിലെ നാളികാട്ട് നികർത്തിൽ ശശിധരൻ എന്ന് പറയുന്ന ആ സുഹൃത്തിനാണ്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ ശ്രീമതി ദീപയും അതുപോലെ തന്നെ സംഘടനയുടെ ഖജാൻജിയായ കൃഷ്ണകുമാർ സാറും ഞാനും കൂടി പോവുകയും ആദ്യം ഇവിടുത്തെ പ്രഹ്ലാദ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുടെ സംഘടനയാണ് ആ വീട്ടിലേക്ക്
ഈ പ്രായമുള്ള പെൻഷൻകാരെ ഞങ്ങളെ അവിടെ എത്തിച്ചത് ചെറുപ്പക്കാരാണ്. മാതൃകാപരമായ കാര്യം ഞങ്ങൾ കണ്ടെത്താത്ത ആൾക്കാരെയാണ് ആ ചെറുപ്പക്കാർ കൊണ്ട് കാണിച്ചത്. ഏതായാലും ഞങ്ങളുടെ സംഘടനാ ലെവലിൽ തന്നെ അത് ഇന്ന് 23 പേരിലേക്ക് എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇതുപോലെയുള്ള എല്ലാവരുടെയും സഹായം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ ശശിയപ്പൻ്റെ ഒരു ദയനീയമായ ജീവിതമായിരുന്നു. എല്ലാ മാസവും അവിടെ ചെല്ലുമ്പോൾ ശശിയപ്പൻ്റെ ഭാര്യ ഒരു സഹോദരനെ പോലെയാണ് എന്നെയും കൃഷ്ണകുമാർ സാറിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. മാസത്തിൻ്റെ 3-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അവിടെ 12 മണിക്ക് മുമ്പ് ഈ ചെറിയ ഒരു സഹായവുമായിട്ട് ഞങ്ങൾ ചെയ്യുകയും അവർ ഞങ്ങളെ കാത്തിരിക്കുകയും ചെയ്യും. എന്തോ ഒരു സ്നേഹമായിരുന്നു അവർക്ക്. എല്ലാ മാസവും അവരുടെ ദയനീയമായ കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഒരു ദിവസം യാദൃച്ഛ്യമായിട്ട് ചെന്നപ്പോഴാണ് പറഞ്ഞത്, സാറേ ഈ വീട് കണ്ടോ, ഇന്നലെ രാത്രി മുഴുവൻ മഴയായത് കാരണം എൻ്റെ ചെറുപ്പക്കാരി +1 പഠിക്കുന്ന ആ കുട്ടിയും ശശിയപ്പനും കൂടി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഇതിനൊരു പരിഹാരമുണ്ടാകുമോ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞു പോയി. ഇത്രയും പണമുണ്ടാക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അസാധ്യമാണ്. അതുകൊണ്ട് ഞാൻ വളരെ വേദനയോടുകൂടി തന്നെ എൻ്റെ സുഹൃത്തായ മാതൃഭൂമി ബിനീഷിനോട് പറയുകയും ബിനീഷ് പത്രത്തിൽ അവരെ സഹായിക്കാനായിട്ട് ഒരു ഇത് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ മാതൃഭൂമിയുടെ ചീഫ് എഡിറ്റർ RV തമ്പാൻ സാറിനെയും ഇതിനു വേണ്ടി കണ്ടു. എന്തോ അത് പ്രായോഗികമായില്ല. അപ്പോഴും ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ വിട്ടില്ല. പഞ്ചായത്ത് മെമ്പറിനെ വീണ്ടും കാണൂ, കൃഷ്ണകുമാർ സാറും ഞാനും കൂടി പഞ്ചായത്തിനെ സമീപിച്ച് ലൈഫിൻ്റെ 4 ലക്ഷം രൂപയും തരാമെന്ന് പറഞ്ഞു. അപ്പോഴും ഇത് തുടങ്ങുന്നതിന് പണം വേണം. അതിന് ഈ യൂണിറ്റിൽ നിന്നും തന്നെ ആദ്യ നിർമ്മാണത്തിനുള്ള തുക മേടിച്ചു കൊടുക്കുകയും അപ്പോഴാണ് ഈ 4 ലക്ഷം രൂപ ആദ്യത്തെ 1 ലക്ഷം കിട്ടി. അപ്പോഴും 9 ലക്ഷം രൂപയോളം വേണം. പക്ഷേ ഞാൻ കൃഷ്ണകുമാർ സാറിന് ധൈര്യം കൊടുത്തു, സാറേ നമ്മൾ മുമ്പോട്ട് പോകാം, ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ എത്തും. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി. വളരെ ആശങ്കയായിരുന്നു. വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരു സുമനസ്സിൻ്റെ ഉടമയായ ഒരു ബിസിനസ്സുകാരൻ സ്വമേധയാ മുമ്പോട്ട് വന്ന് ആ പണി ഏറ്റെടുക്കുകയും അത് പൂർത്തീകരിക്കുകയും എല്ലാം ചെയ്തു. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അതിൻ്റെ നല്ല നേരം നോക്കിയിട്ട് ഇത് നടത്താം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ ഹൃദയവേദനയോടുകൂടി പറയട്ടെ, ഞങ്ങൾ ആ കർമ്മം നടത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രിയങ്കരിയായ ആ ശ്രീദേവി വിട പറഞ്ഞു. എങ്കിലും കൃഷ്ണകുമാർ സാർ ഉൾപ്പെടെ വേണ്ട ധൈര്യം തരികയും ഞങ്ങൾ ആ വീടിൻ്റെ ഗൃഹപ്രവേശനം ആ സുമനസ്, അദ്ദേഹം പേരൊന്നും പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഗൃഹപ്രവേശനം നടത്തി. ശ്രീദേവി വിട പറഞ്ഞിരിക്കുന്നത് ആ മകളെ ശശിയപ്പനെ ഏൽപ്പിച്ചിട്ടാണ്. ശശിയപ്പന് നടക്കാനൊന്നും മേല. ശശിയപ്പൻ കഴിഞ്ഞ എല്ലാ പ്രാവശ്യവും ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ്, വീൽ ചെയറിൽ വേണം വരാൻ. അപ്പോൾ ഇപ്പോൾ ആ വീട്ടിൽ ഒരുവിധം ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഈ ഭിന്നശേഷി ദിനത്തിൽ പറയുന്നത് പോലെ തന്നെ, മോളെ തകരാൻ പാടില്ല, നമ്മൾ മുമ്പോട്ട് പോകണം. നിൻ്റെ അമ്മ എങ്ങനെയാണോ നിൻ്റെ അച്ഛനെ ശുശ്രൂഷിച്ചത് അതുപോലെ തന്നെ നീ ആ പിതാവിനെ സംരക്ഷിക്കണം എന്ന് പറയുകയും എല്ലാ മാസവും ഞാൻ നേരിട്ട് അത് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ ശ്രീദേവിയുടെയും ശശിയപ്പൻ്റെയും മകളാണ് ശരണ്യ. അവൾ +2 കഴിഞ്ഞ് ഇപ്പോൾ ഒരു ചെറിയ ജോലിയായിട്ട് നിൽക്കുകയാണ്.
ആ മകള് നമ്മുടെ ഭിന്നശേഷിക്കാരല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി 2-3 വാക്കുകൾ നമ്മളോട് സംസാരിക്കും. ശരണ്യ ഇങ്ങോട്ട് വരിക. എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ശരണ്യയുടെയും ശശിയപ്പൻ്റെയും അതുപോലെയുള്ളവരുടെ എല്ലാ കുടുംബങ്ങൾക്കും പ്രാർത്ഥന ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ 2 വാക്ക് അവരുടെ അനുഭവങ്ങൾ, ഈ 5 കൊല്ലത്തെ അനുഭവങ്ങൾ അവൾ പറയും. കാണാൻ പറ്റിയത് അവിടെ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അച്ഛനും അമ്മയുണ്ട്. ഇപ്പം ഞാൻ ഒറ്റക്കാണ് വന്നത്. അന്ന് വന്നപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്, സാറും. അവരുടെയൊക്കെ മുമ്പിൽ എനിക്കിപ്പോൾ എന്ത് പറയണമെന്ന് അറിയത്തില്ല. സാറ് പറഞ്ഞ പോലെ അമ്മ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. ആദ്യമേ സാറിനോട് നന്ദി പറയുകയാണ്. കാര്യം വീട് ഞങ്ങളുടെ ഒട്ട വീടായിരുന്നു, മൊത്തവും പൊളിഞ്ഞ്. സാറ് വന്ന് കണ്ടതാ. ആ സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സാറ് വന്ന് കണ്ട് അതിനുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സാറ് മാത്രമല്ല, സാറിൻ്റെ കൂടെ നിൽക്കുന്ന കുറേ പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സാറൊരാളുള്ളതുകൊണ്ടായിരുന്നു ആ വീട് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ കുറേ വട്ടം പഞ്ചായത്തിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരാരും ഞങ്ങളങ്ങോട്ട് ശരിയാക്കി തരാം, പക്ഷെ അവരെ ഒന്നും ശരിയാക്കി തന്നൊന്നുമില്ല. സാറ് വന്ന് ഇടപെട്ടപ്പോഴാണ് അത് ആ വീടൊന്ന് പണിത് അത്ര ആയത്. സാറ് വന്ന് അതേപോലെ തന്നെ ഞങ്ങൾ കയറി താമസിക്കാൻ പോയ സമയത്തായിരുന്നു അമ്മയ്ക്ക് വയ്യാതായി. പിന്നെ ഞാൻ കടയിൽ പോയേക്കുമായിരുന്നു. അവിടെ നിന്നാണ് വിളിച്ചു വരുത്തിയത്. വന്നപ്പോഴാണ് അമ്മയ്ക്ക് വയ്യ, ഹോസ്പിറ്റലിൽ പോയി. ആ സമയത്ത് എൻ്റെ മനസ്സിന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അമ്മക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ +2 വരെ പഠിച്ചുള്ളൂ. പഠിച്ച സമയത്ത് പഠിച്ച് കഴിഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാവരും പറയും, നീ പഠിക്കാൻ പോണില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബാക്കി പഠിക്കുക. ഓരോരുത്തർ പുച്ഛത്തോടെ ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ സാഹചര്യം എനിക്കേ അറിയത്തുള്ളൂ. അത് സാറ് വന്ന് കണ്ടിട്ടുണ്ട്, സാറിനോട് പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കും അറിയത്തില്ല. സാറാണ് കൂടുതലും എല്ലാ കാര്യത്തിലും അവിടെ വന്ന് സംസാരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാ കാര്യത്തിനും മുമ്പിൽ നിന്നിട്ടുള്ള സാറാണ്. വേറെ ആരും അങ്ങനെ വന്ന് നിന്ന് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതും പിന്നെ അത് മാത്രമല്ല, വീട്ടിൽ അന്ന് സാറ് വന്ന് കയറിയ സമയത്ത് സാറ് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, മോള് വിഷമിക്കണ്ട, എല്ലാം നടക്കും, കൂടെ ഉണ്ടാവുമെന്ന്. സാറ് പറഞ്ഞ പോലെ അമ്മ മരിച്ചു കഴിഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. കയറിയപ്പോൾ സാറ് വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം ഉണ്ടായിരുന്നു. ആ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അമ്മയില്ല, ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പോഴാണ് ഓരോ കാര്യത്തിനും വില എന്താണെന്ന് മനസ്സിലാണ്. അമ്മ ഇല്ലാത്തപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഭക്ഷണത്തിൻ്റെ വില എനിക്ക് അന്നാ മനസ്സിലായത്. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് കരയേണ്ടി വന്നിട്ടുണ്ട്, അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. ഓരോരുത്തർ പറയും വീട്ടിൽ, എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ തന്നെയാണ്, നല്ലവരും ഉണ്ട്, അതേപോലെ തന്നെ വേറെ രീതി പറയുന്ന ആൾക്കാരും ഉണ്ട്. അവിടെ ഫുഡ് കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ പോലും പൈസ തന്നിട്ട് നീ കഴിച്ചാൽ മതി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കേൾക്കണമുണ്ട്. പക്ഷേ എവിടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ ഒരു ഈശ്വരനെ പോലെ ഒരാളുണ്ടാകും, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നമ്മളെ
മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാളുണ്ടാവും. അതേപോലത്തെ ഒരു വ്യക്തിയാണ് സാറ് മാത്രം അത്രയും നിന്നുകൊണ്ട് സാർ എപ്പോഴും ഞങ്ങളെ വിളിക്കും തിരക്കിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളെല്ലാ കാര്യത്തിനും അച്ഛനെയായാലും അച്ഛൻ പറഞ്ഞ് ഞാൻ വരികയല്ല സാറിൻ്റെ അടുത്ത് പറഞ്ഞേക്ക്. അമ്മയില്ലാത്തതുകൊണ്ട് അച്ഛനിപ്പോൾ ഒരു പരിപാടിക്കും പോയില്ല, ഞാനും പോവാറില്ല. അപ്പം അച്ഛൻ പറഞ്ഞ് സാറ് വിളിച്ചതാണ്, പോകണം, സാറിനോട് പറയണം, എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ്, സങ്കടമുണ്ട്. അച്ഛനും ഇല്ല അമ്മയില്ല, ഇപ്പം ഇവിടെ ഒറ്റക്ക് വന്ന് മേടിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അവരുണ്ടായിരുന്നെങ്കിൽ പുതിയ വീട് എല്ലാം ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. പക്ഷേ സാറിനോട് ഞാൻ നന്ദി പറയുക. എനിക്കിപ്പോൾ എന്ത് പറയണമെന്ന് അറിയത്തില്ല സത്യത്തിൽ. നന്ദി, നമസ്കാരം. പട്ടണക്കാട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഖജാൻജി എം വി അശോകൻ നമ്മുടെ കലണ്ടർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. ആർക്കാണ് കൊടുക്കുന്നത്? കൃഷ്ണകുമാർ സാറ് ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിച്ചു കൊടുക്കുന്നു. കലണ്ടർ കുത്തിയതോട് യൂണിറ്റിൻ്റെ ട്രഷററാണ് അദ്ദേഹം. കൃഷ്ണകുമാർ സാറിന് നൽകിയിട്ടുണ്ട് ഈ വർഷത്തെ കലണ്ടർ ഔപചാരികമായി പ്രകാശനം ഈ ഇന്നത്തെ ഭിന്നശേഷി ദിന ആചരണത്തിൻ്റെ യോഗത്തിൻ്റെ അധ്യക്ഷൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ കുത്തിയോട് യൂണിറ്റിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ഭാസ്കരൻ സാറ്, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വയലാർ ശരത്ചന്ദ്രവർമ്മ, ഇന്നത്തെ പ്രധാനമായ ചടങ്ങ് ഭിന്നശേഷിക്കാർക്ക്, അതായത് ഡിഫറൻ്റലി ഏബിൾഡ് പേഴ്സൺസ് എന്നാണ് അവർ പറയണത്. ഭിന്നശേഷിയല്ല, ഭിന്നമായ കഴിവുള്ള ആളുകൾ, ഡിഫറൻ്റലി ഏബിൾഡ് പേഴ്സൺസ്, അവർക്ക് ഈ പെൻഷനും പുതുവസ്ത്രവും നൽകി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് സാറ്, ഈ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടണക്കാട് ബ്ലോക്കിൻ്റെ ആദരണീയനായ സെക്രട്ടറി പ്രകാശ് സാറ്, അതുപോലെ ആശംസ അർപ്പിച്ച മുസ്തഫ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുത്തിയോട് യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ്. ഇവിടെ നല്ല രീതിയിലാണെന്ന് തോന്നുന്നു ഈ സ്മരണികയുടെ ഉള്ളടക്കത്തെപ്പറ്റിയൊക്കെ ഇവിടെ ചെറിയ സൂചന നൽകി. അത് സംവിധാനം ചെയ്ത് പ്രകാശനം ചെയ്ത എൻ്റെ സുഹൃത്ത് വിനയകുമാർ, ഈ യോഗം സമ്പന്നമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭിന്നശേഷി, ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിൻ്റെ ബന്ധുക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷിക്കാരായ 23 പേർക്ക് മാസം തോറും 1000 രൂപ വെച്ച് പെൻഷൻ കൊടുത്തുകൊണ്ട് ഉള്ള ഈ ചടങ്ങാണ് ഇവിടെ നടത്തുന്നത്. അത് എങ്ങനെയാണ് കൊടുക്കുന്നതിനൊക്കെ പറ്റി ഇവിടെ വിശദമായിട്ട് ഭാസ്കരൻ ചേട്ടൻ, ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ കൂട്ട് കരുതുന്ന ആളാണ് അദ്ദേഹം, വിശദമായിട്ട് സംസാരിക്കേണ്ടായി. ദൈവികമായ ഒരു കൈകടത്തൽ, ഒരു കൈ അല്ലേ, നമ്മുടെ മറഡോണ അടിച്ച ഗോളിന് ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്ന പോലെ ഈ ദൈവികമായ ഒരു ഉൾവിളി അതിലുണ്ടായിരിക്കാം. അത് നല്ല, അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ ഉൾവിളികൾ ഒരുപാട് പേരുണ്ട്. പണ്ട് രാജാക്കന്മാർക്ക് ഈ അമ്പലം പണിയാനൊക്കെ അവർ സ്വപ്നത്തിൽ കാണും, ഉടനെ അവിടെ അമ്പലം പണിയും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതങ്ങനെയല്ല, നമ്മുടെ സമൂഹത്തിൽ ആവശ്യത അനുഭവിക്കുന്നത്, അത് പ്രത്യേകമായിട്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, അവർക്ക്
ഭിന്നശേഷിക്കാരാണ്. നമ്മുടെ പൂർണ്ണമായ ആരോഗ്യമുള്ള ആളുകൾ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടൊരു സന്തോഷവും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. ആ സന്തോഷം നമുക്ക് പങ്കിട്ട് നൽകുന്നതാണ് ഈ ചടങ്ങ്. നമുക്കും അത് മാതൃകയാക്കാം. ഇപ്പം ഞങ്ങളെയൊക്കെ പെൻഷൻ മേടിക്കുന്നവരാണ്, പക്ഷേ നമുക്കിതുപോലെ 1000 രൂപ വെച്ച് 10 പേർക്ക് കൊടുക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ടായിരിക്കാം. എല്ലാവർക്കും അങ്ങനെയല്ല. സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ തന്നെ അതിലേക്ക് സന്മനസ്സോടെ വേണം. ഇപ്പോൾ പണക്കാരനാണെങ്കിലും അത് പങ്കുവയ്ക്കുന്നതിന് ഒരു മനസ്സ് വേണം. നമ്മുടെ ഉദ്ഘാടകൻ വയലാട് ശരത്ചന്ദ്രവർമ്മ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഒരു വ്യക്തി സമ്പന്നനാണ്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കാണുമ്പോൾ അങ്ങനെ വലിയ ക്ഷീണിതനും ഒരു പ്രത്യേക സദസ്സിലാണ് അദ്ദേഹത്തെ കണ്ടത്. എനിക്ക് തോന്നുന്നത് വല്ല നക്സലൈറ്റുകളുടെ, അതായത് തീവ്രവാദി സംഘാതം ആ കാലഘട്ടത്തിലൊക്കെ ഈ നക്സൽ ആശയങ്ങൾ കേരളത്തിൽ വളരെയധികം വേരൂന്നൊരു കാലമാണ്. അപ്പോൾ അദ്ദേഹത്തിന് സമ്പത്തൊന്നും നഷ്ടപ്പെട്ടില്ല. സമ്പത്ത് എല്ലാവർക്കും വേണമെന്നുള്ള കാഴ്ചപ്പാടിൽ ആണ് ആ സംസാരം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു തീവ്രവാദ സ്വഭാവമുള്ളൊരു സംഘടനയിൽ അദ്ദേഹം അംഗമായിരിക്കാം. അവർക്കും കൂടി ഇങ്ങനെ ഒരു ആശയം തോന്നാറുണ്ട്, എല്ലാവർക്കും പങ്കുവയ്ക്കുന്നു. MD യുടെ ഒരു കഥയുണ്ട്, ഞാനത് ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഒരു തീവ്രവാദിയായൊരു മനുഷ്യൻ, അയാൾ ജയിലിൽ കിടന്നിട്ട് അയാൾക്ക് അഭയം കൊടുത്ത ഒരാളുണ്ടായിരുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യൻ. ഇയാൾ തീവ്രവാദിയാണെന്ന് അറിയാതെയാണ് അയാൾക്ക് അഭയം കൊടുത്തത്. വർഷങ്ങൾക്ക് ശേഷം അയാൾ ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ അഭയം കൊടുത്ത മനുഷ്യൻ അവിടെ ഇല്ല, അയാൾ മരിച്ചുപോയി. അപ്പോൾ അവിടെ ആ രക്തം പുരണ്ട മൺതരികൾ എന്നാണ് ആ കഥയുടെ പേര്. അപ്പോൾ അങ്ങനെയാണ് ഈ വിഭിന്നമായ, അതായത് അവരന് സൗഖ്യമുണ്ടാക്കുന്ന കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് സുഖമുണ്ടാകുന്നത്. നമുക്ക് കുമാരനാശൻ പറഞ്ഞിട്ടുണ്ട്. ആശാൻ്റെ പ്രസിദ്ധമായ കവിതയാണത്. അവരന് വേണ്ടി ദുഃഖം, അവരന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സുഖമായി വരും, നമുക്ക് സുഖമായി വരും എന്നുള്ളതാണത്. അപ്പം ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുന്ന ഈ 23 പേർക്ക് 1000 രൂപ വെച്ച് 24,000 രൂപ 23,000 രൂപ അദ്ദേഹം മാസം തോറും കൊടുക്കുന്നു. അതാണ് അതിനൊരു പ്രത്യേകത. സ്വന്തം പെൻഷനിൽ നിന്ന് ഇത്രയും രൂപ മാറ്റിവെക്കുന്ന അതിൽ 7 പേര് സംഘടനാ രംഗത്തുള്ളവരാണ്. കുത്തിയോളി യൂണിറ്റിൻ്റെ അംഗങ്ങളാണ് ബാക്കി 7 പേര്. 16 പേരുടെ പൈസ അദ്ദേഹം കൊടുക്കുന്നു. ഇത് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സ്വന്തം വരുമാനത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. മഹാഭാരതത്തിലൊരു കീരിയുടെ കഥ നിങ്ങൾ കേട്ട് കാണും അല്ലേ? കീരിയുടെ ഒരു ഭാഗം സ്വർണ്ണമായി. അതെങ്ങനെയാണ്? ഒരു പാവപ്പെട്ട ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ അയാൾക്ക് വരുമാനമൊന്നുമില്ല. അയാളെ യാചിച്ച് അല്ലെങ്കിൽ ഭിക്ഷ തെണ്ടിയാണ് അയാൾ ജീവിക്കുന്നത്. ഭാര്യയും ഒരു മകനും അദ്ദേഹമാണ് ഉള്ളത്. അപ്പോൾ അന്നത്തെ ഭിക്ഷ തെണ്ടി ശേഖരിച്ച ധാന്യങ്ങൾ പൊടിച്ച് ഭക്ഷണമാക്കുമ്പോൾ ഒരു അതിഥി വരുവാണ്. ആ അതിഥി വളരെ വിശപ്പുള്ള ആളാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു, ഭാര്യയായിട്ട് ആലോചിച്ച് പറഞ്ഞു, എൻ്റെ ഭാഗം ആദ്യം കൊടുക്കാം. അപ്പോൾ അയാൾക്ക് വിശപ്പ് മാറിയില്ല, അതിഥിക്ക് വിശപ്പ് കിട്ടില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, എൻ്റെയും കൂടെ കൊടുക്കാം. അങ്ങനെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വിശപ്പ് കെട്ടില്ല. അപ്പം പിന്നെ കുട്ടിക്കുള്ളതും കൂടെ കൊടുത്തു. അപ്പം 3 പേരുടെ ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിന് ഏകദേശം തൃപ്തിയായപ്പോൾ ഒരു കീരി അവിടേക്ക് കടന്നു വരികയാണ്. ആ കീരി അവിടെ കിടന്ന് ഇങ്ങനെ ഉരുണ്ടു. ആ ഉരുണ്ടപ്പോൾ കീരിയുടെ ഒരു ഭാഗം സ്വർണമായിട്ട് മാറി. അപ്പം ഈ കീരി പിന്നീട് മഹാഭാരതത്തിൽ യുദ്ധം ജയിച്ച് യുധിഷ്ഠിരൻ യുദ്ധമൊക്കെ ജയിച്ച് അങ്ങനെ ഈ അന്നത്തെ കാലത്ത് ചക്രവർത്തി ആകുമ്പോഴത്തെ ദാനം ചെയ്യുമല്ലോ. ആ സദസ്സിൽ വലിയ ഘോഷത്തോടുകൂടി ദാനം ചെയ്യുകയാണ്. എല്ലാ വർണ്ണവർക്കും ദാനങ്ങൾ, വസ്ത്രാദികൾ, സമ്പത്ത്, സ്വർണം അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ പഴയ കീരി ഇവിടെ വന്നു. അവിടെ ഉരുണ്ടപ്പോഴത്തേക്കും കീരിയുടെ മറ്റേ പകുതി സ്വർണമായില്ല. അപ്പോൾ ആ കീരി പറഞ്ഞു, അന്ന് ആ ബ്രാഹ്മണൻ കൊടുത്ത ആ ദാനത്തിൻ്റെ അത്രയും രാജാവായ നിങ്ങൾ കൊടുത്തതിന് വിലയില്ല, അത്രയും വരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നല്ല മനസ്സോടുകൂടി നമുക്ക് കിട്ടുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ പരിമിതമായ വരുമാനത്തിൽ നിന്ന് പങ്കുവയ്ക്കുമ്പോഴാണ് അതിന് മഹത്വം ഉണ്ടാകുന്നത്. അതാണ് ആ കീരിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ബഷീറിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ
ലോകത്തുണ്ടായിരിക്കുന്ന എല്ലാ ദാനങ്ങളുടെയും എല്ലാ നന്മകളുടെയും വശം ത്യാഗത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ സമ്പന്നമായ സദസ്സിൽ ഈ 6ാമത്തെ വർഷം 23 പേർക്ക് എത്തി നിൽക്കുന്ന ഈ പെൻഷൻ ഇപ്പോൾ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം KSY പട്ടണക്കാട് ബ്ലോക്ക് പരിമിതമായ തോതിലെങ്കിലും ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഞാനാണ് അത് മാസം തോറും അത് മണി ഓർഡർ അയക്കുന്നത്. 10 പേർക്ക് വളരെ ചെറിയ തുകയാണ് എങ്കിലും കൂടെ അത് എത്രയോ വർഷങ്ങളായി. ഈ പ്രസാദ സാറൊക്കെ ഒരു 10-20 വർഷമായിട്ടുണ്ട് കൃത്യമായിട്ട് ആ തുക തരുവാണ്. പിന്നെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ പട്ടണക്കാട് ബ്ലോക്കിൻ്റെ മറ്റു യൂണിറ്റുകൾ 1000 രൂപ വെച്ച് പലർക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടക്കരപ്പള്ളി യൂണിറ്റിൻ്റെ, പട്ടണക്കാട് യൂണിറ്റിൻ്റെ, തുറവോട് യൂണിറ്റ്, കുത്തിയോട് യൂണിറ്റിൻ്റെ, ഇങ്ങനെ ഇനി കൊടുക്കാത്ത ഈ എഴുപിന്ന അങ്ങനെ 2-3 യൂണിറ്റേ ഉള്ളൂ. അവരിവിടെ അത് മാതൃകയാക്കുമ്പോൾ ചന്ദ്രൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മാതൃകയാകും. പക്ഷേ ഇങ്ങനെ നമ്മളത് പരസ്യപ്പെടുത്തുന്നതിൻ്റെ കുഴപ്പമില്ല. നമ്മളത് ആരോടും പറയാറില്ല. ഇങ്ങനെ വേദികളിൽ നമ്മുടെ സംഘടനാ ലെവലിൽ മാത്രമേ പറയുള്ളൂ. അപ്പോൾ പട്ടണക്കാട് യൂണിറ്റ് പെൻഷൻ സംഘടന അത് വളരെ സാമൂഹികപരമായ ഒരു കൃത്യം ചെയ്യുന്ന സംഘടനയാണ് കേരള യൂത്ത് പെൻഷനേഴ്സ് യൂണിയൻ. ഇവിടെ സൂചിപ്പിച്ച പോലെ പല ബ്ലോക്കുകളും വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെങ്ങന്നൂർ ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞു, തിരുവനന്തപുരം ബ്ലോക്ക്, അങ്ങനെ ഇപ്പം ഞങ്ങളുടെ ബ്ലോക്ക് അതിനെപ്പറ്റി ആലോചിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ പെൻഷൻകാരിൽ നിന്ന് മാത്രമേ ഞങ്ങൾ പിരിക്കുന്നുള്ളൂ. സർക്കാരിന് കൊടുക്കുമ്പോഴാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ പെൻഷൻ സംഘടന പെൻഷൻ മേടിക്കുന്ന ആളുകളിൽ നിന്ന് മാത്രം ശേഖരിച്ചു കൊടുക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ ഞങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല. എന്തായാലും ഇത് നിന്നു പോകുന്നുള്ള ആശങ്ക വാസിച്ചേട്ടന് വേണ്ട. അദ്ദേഹത്തിൻ്റെ കുടുംബം വിനയൻ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ഭദ്രത ഉള്ളത് മാത്രമല്ല ഈ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന കുടുംബമാണ്. അപ്പോൾ ഒരിക്കലും അദ്ദേഹം ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ. ജീവിച്ചിരുന്നതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കാലശേഷവും തുടരാൻ ഈ പ്രകൃതി, ഞാൻ വലിയൊരു ഈശ്വര പ്രാർത്ഥന താല്പര്യമില്ലാത്ത ഒരാളാണ്. ഈശ്വരനും പ്രകൃതിയൊക്കെ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രകൃതി അദ്ദേഹത്തിന് എല്ലാ കാരുണ്യവും ചൊരിയട്ടെ. ഈ പ്രസ്ഥാനം, ഈ സംരംഭം പൂർണ്ണതയിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കലണ്ടർ ഔപചാരികമായി പ്രകാശനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് കൃതജ്ഞതയ്ക്ക് ശേഷം ശ്രീ ഷാജി കെ രാമൻ പള്ളിപ്പുറത്തിൻ്റെ ഒരു ഗാനാലോപനം ഉണ്ടായിരിക്കുന്നതാണ്. ഈ യോഗത്തിന് ഒഫീഷ്യലായിട്ട് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ശ്രീമതി ജയശ്രീയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, എൻ്റെ അച്ഛനാണ് ഭാസ്കരൻ നായർ. അദ്ദേഹം തുടങ്ങി വെച്ച പ്രവൃത്തി കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് ഇത്തരം ചടങ്ങ് സഹായിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ്. കാരണം ഇന്ന് 23 പേരിലേക്ക് ആ സഹായം നീളുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള വർഷങ്ങളിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര്, ഇന്ന് ഉദ്ഘാടക പ്രസംഗകനായ നമ്മുടെ പ്രിയ കവി ശരത്ചന്ദ്രവർമ്മ സാർ പറഞ്ഞു അദ്ദേഹത്തിന് തന്നാലാവും പോലെ സഹായിക്കാം എന്ന്. ഇതുപോലെ ഒരുപാട് പേര് ഈ സഹായത്തിലേക്ക് കടന്നു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം നമുക്കറിയാം ഈ കൊടുക്കുന്ന തുകയുടെ ഒരു പരിമിതി. അത് അച്ഛൻ ഒരാൾ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സംഘടന ചേർന്ന് കൊടുക്കുമ്പോൾ ഒരുപാട് വലിയ തുകയാണ് അവർക്ക് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ ആ സഹായം കിട്ടുന്നവരിലേക്ക് എത്തുന്ന തുക വളരെ പരിമിതമാണ്. നമുക്കറിയാം 1000 രൂപ എന്ന് പറയുന്നത് എന്തിനുണ്ട് ഇന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സഹായം തന്നെയാണ്. ഒന്നുമില്ലായ്മയിൽ അവർക്കതൊരു സഹായം തന്നെയാണെന്ന് സമ്മതിക്കുന്നു. എങ്കിലും അവർക്ക് ഇതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എന്തെങ്കിലും സഹായം, ഒരു സ്ഥിര വരുമാനം നേടിയെടുക്കാനായിട്ട്, അവരെ നമ്മൾ പറയുന്നത് ഭിന്നശേഷിക്കാരെന്നാണ്. ഒരുപാട് ശേഷികൾ അവർക്കുണ്ട്. ആ ശേഷികൾ പ്രയോജനപ്പെടുത്തിയിട്ട് എന്തെങ്കിലും തരത്തിൽ അവരെ ഒരു വരുമാനം ലഭ്യമാക്കുന്ന തരത്തിലേക്ക് പ്രാപ്തരാക്കുവാൻ ഈ പറഞ്ഞ എല്ലാവർക്കും വിചാരിച്ചാൽ ചിലപ്പോൾ സാധിക്കുമായിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്.
അപ്പോൾ അതിനുള്ള ഒരു കാര്യം അച്ഛൻ എന്നോട് സംസാരിച്ചു. അപ്പോൾ അതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. അതിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ള എൻ്റെ 2 കസിൻകാരുണ്ട്. ഒന്ന് വത്സലകുമാരി, ഒന്ന് സുധീർ മേനോൻ. അപ്പോൾ ഇവരൊക്കെ പാസ്സായി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാർഡിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ കോർപ്പറേഷനിലേക്കാണ് മത്സരിക്കുന്നത്, അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു വരുമാനം സ്ഥിരമായിട്ട് അവർക്ക് നേടിയെടുക്കാൻ തക്ക രീതിയിൽ അവരുടെ ശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ സാധിക്കുമോ എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഒപ്പം അവർക്ക് വിജയാശംസകൾ നേരുന്നു. നമ്മുടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ വൈകിയ വേളയിൽ ഒരുപാട് നീട്ടിയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിലേക്ക് കടക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മുടെ അധ്യക്ഷൻ ശ്രീ ഭാസ്കരൻ നായർക്ക് തന്നെയാണ് കൃതജ്ഞത അർപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനും അത് തുടർച്ചയായ വർഷങ്ങളിൽ, എൻ്റെ അച്ഛനാണ്, അപ്പോൾ തുടർച്ചയായ വർഷങ്ങളിൽ ഇങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രാപ്തി നൽകുന്ന ഒരു ശക്തി ഉണ്ടല്ലോ. എനിക്ക് നോക്കുമ്പോൾ തോന്നുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, തീർച്ചയായിട്ടും പൊതുപ്രവർത്തകരായിട്ടുള്ള അച്ഛന്മാരുള്ള മക്കൾ അനുഭവിക്കുന്ന ഒരു വേദന കൂടി പങ്കുവയ്ക്കുകയാണ്. അത് ഒരു സ്വാർത്ഥതയാണ്, എന്നാൽ കൂടി അച്ഛനെ പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു മകളെന്നുള്ള നിലയിൽ അനുഭവിക്കുന്ന ഒരു വേദനയാണ്. അത് സ്വാർത്ഥപരമായ ഒരു കാര്യമാണ്. അച്ഛൻ ഇങ്ങനെ ചുറുചുറുക്കോടെ നടക്കുന്ന കാണുമ്പോൾ എനിക്ക് പോലും ഈ വയസ്സിൽ ഇത്രയും ഈ 30കളുടെ ഒരു ചുറുചുറുക്കാണ് അച്ഛൻ്റെ മനസ്സിന്. അതാണ് അച്ഛനെ നിലനിർത്തിക്കൊണ്ട് പോരുന്നത്. ഇല്ലെങ്കിൽ അച്ഛനില്ല. ആ അച്ഛനെ കാണാനാണ് എനിക്കിഷ്ടം. അതിൽ മകളെന്നുള്ള വേദന അപ്രസക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു വേദന കൂടി ഞാൻ പങ്കുവെച്ചെന്നേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ പ്രിയകവി, അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഗാനരചയിതാവ് എന്നുള്ള നിലയിലും വയലാറിൻ്റെ പുത്രൻ എന്നുള്ള നിലയിലും ഒക്കെ വളരെ ആദരവോടുകൂടി ഒരു മലയാളം അധ്യാപിക എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹത്തെ അങ്ങനെ അകന്ന് നിന്ന് ആദരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ അടുത്ത് കാണാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അദ്ദേഹം ഇവിടെ വന്നതിലും ചടങ്ങിൽ പങ്കെടുത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിലുമുള്ള കൃതജ്ഞത എനിക്ക് പ്രത്യേക എൻ്റെ പേരിലും അച്ഛന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും അർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈശ്വര പ്രാർത്ഥന നിർവഹിച്ചത് ഞാൻ അധ്യാപികയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ HM കൂടിയായിരുന്നു റിട്ടയർഡായ ശ്രീമതി ഗീതാമൺ ടീച്ചർ. KSSBU തുറവൂർ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ വളരെ സജീവമായിട്ട് ടീച്ചർ എങ്ങനെയായിരുന്നു HM എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഒരു നേതൃത്വം നൽകിയത്, അതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് പെൻഷനായതിനു ശേഷം പുറത്ത് പ്രവർത്തിച്ച് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ടീച്ചറിൻ്റെ ഈ കഴിവുകളൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് തിരിച്ചറിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ അന്നത്തെ ജോലി തിരക്ക് കാരണമായിരുന്നിരിക്കാം. എന്നാൽ അതിനുശേഷം ടീച്ചർ അതിലേക്കൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. ഒപ്പം എല്ലാ ആശംസകളും. അതുകൂടാതെ ഇവിടെ വന്ന് ഈശ്വര പ്രാർത്ഥന ചൊല്ലിയതിന് നന്ദിയും അറിയിക്കുന്നു. അടുത്തതായിട്ട് ഡോക്ടർ രഞ്ജിത്ത് ചന്ദ്രശേഖരനാണ്. ഫിസിയോതെറാപ്പിസ്റ്റാണ്. എൻ്റെ അനുജൻ കൂടിയാണ്. അദ്ദേഹം ഒരുപാട് തിരക്കുണ്ട്, വരാൻ പറ്റുമോ എന്നൊക്കെ, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വളരെ സംശയമായിരുന്നെങ്കിലും അച്ഛൻ്റെ സന്തോഷം, അതാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എത്തിച്ചേരുകയും ഇവിടെ അനുസ്മരണം നടത്തുകയും ചെയ്തതിന് അദ്ദേഹത്തോട് ഉള്ള കൃതജ്ഞത കൂടി രേഖപ്പെടുത്തുന്നു. കൂടാതെ എൻ്റെ ചേട്ടൻ ശ്രീ അജയ്കുമാർ VA ചേട്ടൻ സ്വാഗതം ആശംസിച്ചു. ഇത്തവണയും എനിക്ക് ആശംസ സ്വാഗതമാണോ, സ്വാഗതം ഒരു വെറൈറ്റി വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. എങ്കിലും ഒരു മടിയും കൂടാതെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് സ്വാഗതം ആശംസിച്ചു. അതിന് അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ 6ാം വർഷ പെൻഷൻ വിതരണ ഉദ്ഘാടനം നടത്തിയത് പ്രസാദ് സാറാണ്. അദ്ദേഹം KSSPU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ വളരെ അടുത്ത് അറിയാവുന്ന ആളാണ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ മാനേജറായിരുന്നു. അതുകൂടാതെ വളരെ അടുത്ത് അറിയാവുന്ന അദ്ദേഹം എപ്പോഴും
ഇങ്ങനെ എല്ലാ പരിപാടികൾക്കും അദ്ദേഹം വളരെ സജീവമായിട്ട് അച്ഛനൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഇവിടെ വന്നതിനും ചടങ്ങുകളിൽ പങ്കെടുത്തതിനും ഒക്കെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ആശംസകൾ അറിയിച്ച അഡ്വക്കേറ്റ് സി മധു ഡി വന്നില്ല അല്ലേ, ശ്രീ കെ പ്രകാശൻ സാറ്, ശ്രീ പി എ മുസ്തഫ, ഇത്രയും പേർക്ക് കൂടി കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുകൂടാതെ നമ്മുടെ സ്മരണിക, അതിന് പിന്നിൽ വളരെയധികം പരിശ്രമം ഉണ്ടെന്ന് എനിക്കറിയാം. അത്തരം ഒരു സ്മരണിക പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച വിനയൻ ചേട്ടൻ, എൻ്റെ വിനയൻ ചേട്ടൻ എന്നാണ് പറയുക. കാരണം എൻ്റെ സഹപ്രവർത്തകയായിരുന്ന ജയന്തി ടീച്ചറിൻ്റെ ഹസ്ബൻഡ് എന്നുള്ള നിലയിലാണ് ഞാൻ അടുത്തറിയുന്നത്. അതുകൂടാതെ സാഹിത്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതി ബാലസാഹിത്യ കൃതികളൊക്കെ ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച കാര്യം ആയിട്ടുകൂടി അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയം, നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് എപ്പോഴും വലിയ ഒരു കാര്യം. അത് നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വിനയൻ ചേട്ടൻ അതിനുവേണ്ടി ഒരുപാട് സമയം മാറ്റിവെച്ചു. അതിന് പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അത് ആ ഒരു സ്മരണിക അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൂടാതെ ഈ ചടങ്ങ് വളരെ അന്വർത്ഥമാക്കി തീർക്കണമെങ്കിൽ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അത്യാവശ്യമാണ്. അതാണ് എല്ലാം, ഏറ്റവും സർവോപരി അതാണ് ആവശ്യം. അപ്പോൾ അത് ഈ ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഒരുപാട് പേര് കലണ്ടർ പ്രകാശനം ചെയ്ത അശോകൻ സാറിനെ വിട്ടുപോയി, അദ്ദേഹത്തിന് കൃതജ്ഞത അർപ്പിക്കുകയാണ്. അപ്പോൾ വന്ന എല്ലാവർക്കും ഇതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഇന്നലെയും ഒക്കെ ആയിട്ട് ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി സൗണ്ട്, ലൈറ്റ് എല്ലാം എല്ലാവരോടും ഫുഡ് എല്ലാം അറേഞ്ച്ഡാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഊണ് കഴിക്കാം, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇത്രയും സമയം ഇതിനു വേണ്ടി ചെലവഴിച്ച എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അച്ഛൻ ഇങ്ങനെ ഉണ്ടാവും, എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാവും, അതുമാത്രം. നന്ദി അർപ്പിച്ച ജയശ്രീക്കും നന്ദി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുത്തിയതോട് യൂണിയന്റെ സഹകരണത്തോടെ നടത്തിയ സാന്ത്വന സ്പർശം, അതുപോലെ ഭിന്നശേഷി ദിനാചരണവും ഇവിടെ യോഗ നടപടികൾ അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി പാട്ടുപാടാനായിട്ട് എത്തിയിട്ടുള്ള ശ്രീ ഷാജി കെ രാമൻ പള്ളിപ്പുറത്ത് ക്ഷണിച്ചുകൊള്ളുന്നു. ഊണ് അവിടെ റെഡിയായിട്ടുണ്ട്. ആ കസേരകൾ ഫില്ല് ചെയ്തുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആനന്ദിക്കാം. താങ്ക് യു സോ മച്ച്.